നല്ലൊരു ടോപ്പിക്കാണ് അല്ലെ. പവർ ഓഫ് വിഷ്വലൈസേഷൻ ആണ് അല്ലെ. നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ടൂളാണ് വിഷ്വലൈസേഷൻ. നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആദ്യം നമ്മളുടെ മനോദൃഷ്ടിയിൽ കാണുന്നതിനെയാണ് അല്ലെ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. എന്ത് കാര്യമാണെങ്കിലും ആദ്യം സൃഷ്ടിക്കപ്പെടുന്നത് നമ്മുടെ ഉള്ളിലാണ്. നമുക്ക് മുന്നേ ജീവിച്ച ഒരുപാട് മഹാന്മാര്, അവരൊക്കെ നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ഇവിടെ സമ്മാനിച്ചിട്ടാണ് പോയത് അല്ലെ. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് സുഖാനുഭവങ്ങൾ അല്ലെ, വൈദ്യുതി ആയിക്കോട്ടെ, എല്ലാം നമുക്ക് സമ്മാനിച്ചത് അവരുടെ ലൈഫിലും ഈ ഒരു വിഷ്വലൈസേഷൻ ഉപയോഗിച്ചത് കൊണ്ടാണ്. അവർ ഓരോ പരീക്ഷണങ്ങളിലേക്ക് ഏർപ്പെടുമ്പോഴും അവർ കണ്ടിരുന്നത് അതിന്റെ ആ ഒരു എൻഡിങ് പോയിന്റ് ആണ്, അത് സക്സസ് ആവുന്നതിന്റെ ആ ഒരു പോയിന്റ് ആണ് അവർ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്താണ് തോമസ് അല്ലെ, അപ്പൊ തോമസ് എന്താണ് എഡിസൺ അല്ലേ ബൾബ് കണ്ടുപിടിച്ചത് അല്ലെ, തോമസ് ആൽവ എഡിസൺ. ഓക്കെ, അപ്പൊ തോമസ് ആൽവ എഡിസൺ അദ്ദേഹം ഒരുപാട് പ്രാവശ്യം ആ ഒരു ബൾബ് പ്രകാശിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോഴും അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രാവശ്യം പരാജയപ്പെടുമ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഇതൊരിക്കൽ പ്രകാശിക്കും എന്നുള്ള ഒരു പിക്ചറാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സക്സസിലേക്ക് അദ്ദേഹം എത്തിയതും. അതേപോലെ നമ്മുടെ ഉള്ളിലും ആ ഒരു പിക്ചർ നമുക്ക് കാണാൻ സാധിക്കുകയാണ് എങ്കിൽ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിന്റെ അപ്പൊ അതിന്റെ പിക്ചർ നമുക്ക് മനോദൃഷ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ് എങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പലരും പറയാറുണ്ട് എനിക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല അല്ലെ, വിഷ്വലൈസേഷൻ ചെയ്യുമ്പോ എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറയാറ്. ഇപ്പൊ ഏതൊരു കാര്യമാണെങ്കിലും നമുക്ക് അതിൻ്റെതായ പ്രാക്ടീസ് ഉണ്ട്, എല്ലാം നമുക്ക് നേടാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മള് പ്രാക്ടീസ് ചെയ്യുമ്പോ ഫസ്റ്റ് ഒക്കെ നമുക്ക് തെളിഞ്ഞെന്ന് വരൂല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിന്റെ പിക്ചർ നമ്മൾ വെക്കുക, എന്നിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യാ, കണ്ണടച്ചുകൊണ്ടിരിക്കുക, കണ്ണടക്കുക, പിന്നെയും നോക്കുക, അങ്ങനെ അങ്ങനെ നമ്മൾ അതിന്റെ ആ ഒരു പിക്ചർ ഉള്ളിലേക്ക് എടുക്കുക. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, പിക്ചേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഈ ഒരു പിക്ചർ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. പിക്ചേഴ്സ് ആൻഡ് ഇമോഷൻസ് ആണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ എന്ത് വേണം, ഇമോഷൻസും വേണം. അപ്പോഴാണ് കൂടുതൽ നമുക്കത് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുക. നമുക്ക് ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്, നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സുഖത്തിൽ നമ്മൾ കാണുക, ആ സന്തോഷത്തിൽ നമ്മൾ കാണുക. സിനിമ കാണും പോലെ, ഒരു സിനിമ ചലിക്കുന്ന വീഡിയോ ആണ് അല്ലെ, അതേപോലെ നമുക്ക് കാണാൻ സാധിക്കണം. നെക്സ്റ്റ് ലെവൽ എന്ത്, അങ്ങനെ അവിടെ ആരൊക്കെ ഉണ്ട്, എന്താണ് അവിടുത്തെ ഫുഡ്, അതുപോലെ തന്നെ എല്ലാം എന്താണ് നമ്മുടെ ഡ്രസ്സ്, എന്താണ് അവിടെ സ്മെല് ചെയ്യുന്നത്, എല്ലാം നമുക്ക് കാണാൻ സാധിക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ കാണുമ്പോ ഈ ഒരു നിമിഷത്തിലേ നമ്മൾ എന്തായി, അതിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിനി വരാനിരിക്കുന്ന ഒന്നല്ല, ഈ നിമിഷത്തിലെ അത് എന്റെ ഉള്ളിലുണ്ട്, ഞാൻ അതിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ഫീൽ നമ്മുടെ ഉള്ളിലേക്ക് വരും. അങ്ങനെ നമ്മൾ നിരന്തരമായിട്ട് ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ ഡെയിലി ഇതിന്റെ വിഷ്വൽ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പൊ ഇങ്ങനെ നമ്മൾ ഡെയിലി നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോ ആ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മൾ വരും. ലോകത്തെ എല്ലാ കാര്യങ്ങളും 2 തവണ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് നമ്മുടെ ഉള്ളിലാണ്, അകത്താണ്. പിന്നീട് എവിടെയാണ്, പിന്നീടാണ് റിയാലിറ്റിയിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഋഷിത മാം സാറ് വന്നിട്ടുണ്ടോ? സാറ് കാണുന്നില്ല. ഓക്കെ,
അപ്പൊ ഈ ഒരു ടൂള് നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സക്സസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരുപാട് പേര് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട് ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ നേട്ടങ്ങൾ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർ നേടിയെടുത്തതായിട്ട്. നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് എന്താണ്, എനിക്കതിന് പറ്റുമോ, എനിക്കതിന് അർഹതയില്ലേ, എനിക്കതിന് കഴിയില്ലേ എന്നുള്ളത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് തന്നെ ഡൗട്ടാണ് നമുക്കതിന് അർഹതയില്ല എന്നുള്ളത്. ഈ ലോകത്തെ ഒരു പ്രപഞ്ചത്തിൽ എല്ലാം ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു ക്ലാരിറ്റി വേണ്ടേ, നമ്മൾ അതിനു വേണ്ടി ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ, അത് ആഗ്രഹിക്കണ്ടേ. നമ്മൾ അറിയാതെ തന്നെ, നമ്മൾ അറിഞ്ഞോ അറിയാതെ ഈ ഒരു വിഷ്വലൈസേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നുകിൽ അത് നെഗറ്റീവ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാവാം. പക്ഷെ നമ്മൾ അറിവില്ലായ്മ കൊണ്ട് എന്താണ് പലപ്പോഴും കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് നെഗറ്റീവായ കാര്യങ്ങൾക്കായിരിക്കും. അത് നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു അപകടത്തെ കുറിച്ചോ അല്ലെങ്കിൽ അസുഖത്തെ കുറിച്ചോ നമ്മൾ സംസാരിക്കുന്ന ടൈം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് എന്താണ്, നമ്മളിത് പറയാണ്. നമ്മൾ ഒന്നിക്കൽ ആരെങ്കിലും ഒരു വ്യക്തിയെ കാണാൻ പോയതായിരിക്കാം, എന്തെങ്കിലും അസുഖങ്ങൾ ബാധിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിയതോ അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ കാണാൻ പോവുകയാണെങ്കിൽ നമ്മുടെ ഉള്ളില് ആ ഒരു ഇമോഷൻസ് പെട്ടെന്ന് കയറും, അല്ലെ, ആ ഒരു പിക്ചേഴ്സ് നമ്മുടെ ഉള്ളിൽ കയറും. അപ്പൊ നമ്മളുടെ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ എന്തായിരിക്കും പറയാം, എനിക്ക് ആ ഒരു അസുഖം തരരുതേ നമ്മൾ പറയും. അങ്ങനെ നമ്മൾ പറയുമ്പോ നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്, അതിന്റെ പിക്ചർ അതിന്റെ പിക്ചർ തെളിയാണ്. ആ ഒരു അസുഖം ബാധിച്ച എന്റെ ചിത്രം നമുക്ക് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് അത് സംഭവിക്കുന്നതാണ് അല്ലെ. അത് നെഗറ്റീവായിട്ടുള്ള പിക്ചർ. നമുക്ക് രോഗിയെ നമ്മൾ പരിചരിക്കാൻ പോവണം, നമ്മൾ കാണണം, സമാധാനമായ വാക്കുകൾ നമ്മൾ പറയണം. പക്ഷെ എങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, അവരുടേതായ ഇമോഷൻസ് അതൊരു മറ്റൊരു വ്യക്തിയാണ് അല്ലെ, നമ്മൾ വേറൊരു വ്യക്തിയാണ്. അപ്പൊ അവരുടെ പ്രശ്നങ്ങളാണത്. അപ്പൊ അത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യും. എന്താണ്, നമ്മൾ ആ ഒരു ഇമോഷൻസ് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുകയാണ് എങ്കിൽ അത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യും. പലപ്പോഴും പല കുടുംബത്തിലും കണ്ടുപോകുന്നതാണ്. ഒരുപാട് അസുഖം, അതുപോലെ ഈ ഒരു ക്യാൻസർ അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ കുടുംബത്തിലുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു അറിവില്ലായ്മ കൊണ്ട് നമ്മൾ എപ്പോഴും അതിനെ ഭയക്കുകയാണ് ചെയ്യുന്നത്. ഭയപ്പെടുകയാണ് അല്ലെ, എനിക്കത് വരുമോ. പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നമ്മളോട് പറയാറുണ്ട്, ആർക്കെങ്കിലും ഒരാൾക്ക് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യണം കേട്ടോ, അവിടെ വേദനിക്കും, ഇവിടെ വേദനിക്കും, ഇവിടെ മുഴ കാണും, ഇങ്ങനെയൊക്കെ നമ്മളോട് പറയുമ്പോ നമ്മളും ഇതേപോലെ ഓരോ ബോഡി പാർട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെക്ക് ചെയ്യും. എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, നമ്മൾ അതിനെ ഇങ്ങനെ ആകർഷിച്ചെടുക്കുകയാണ്, നമ്മൾ കാണുകയാണ് അല്ലെ. അത് നമ്മളെ ഏറ്റവും വലിയ അറിവില്ലായ്മയാണ്. നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്, അവര് ഇങ്ങനെ ആയിട്ടുണ്ട്, ഓക്കെ, എന്നെ ആരോഗ്യവതി ആക്കണേ എന്നുള്ളതാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ ചിന്തിക്കാം, വേണ്ട പിക്ചർ മാത്രം നമ്മൾ കൊടുക്കാം. നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് ബുദ്ധിയില്ല അല്ലെ, അതിന് എന്ത് കൊടുത്തു കഴിഞ്ഞാലും അത് ഏറ്റെടുക്കും. അത് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് അത് നേടിത്തരാനുള്ള എല്ലാ കാര്യങ്ങളും അത് ചെയ്യും. അങ്ങനെ ആ കാര്യം നിങ്ങളിലേക്ക് എത്തും. നമ്മൾ കോൺഷ്യസ്നാണ് ബുദ്ധിയുള്ളത്. നമ്മൾ നിരന്തരമായിട്ട് കോൺഷ്യസ്ലി ഓരോ കാര്യങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോ, ഗുഡ് മോർണിംഗ്, നമ്മൾ നിരന്തരമായിട്ട് കോൺഷ്യസ്ലി അഫർമേഷൻസ് ആയിട്ടും ഒക്കെ നമ്മൾ നിരന്തരമായിട്ട് അറിവില്ലായ്മ കൊണ്ടൊക്കെ കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോ അതെവിടെ പോവും, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. നമ്മൾ കോൺഷ്യസ് മൈൻഡിന് പവർ കുറവല്ലേ, 5% മാത്രമേ ഉള്ളൂ. എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്, 95% അല്ലെ. അത്രയും പവർ അതിനുണ്ട്. പക്ഷെ അതിനെന്താണ്, ബുദ്ധിയില്ല, തിരിച്ചറിയാനുള്ള ബുദ്ധിയില്ല. അപ്പൊ നിരന്തരം നമ്മൾ കോൺഷ്യസ്ലി നമ്മൾ എന്താണ് കൊടുക്കുന്നത്, കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോ അത് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് പോകും. നമ്മൾ ഈ ഒരു നിമിഷം എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു നിമിഷത്തിൽ നമ്മൾ കാണുന്നതാണ്, കോൺഷ്യസ്ലി നമ്മൾ കാണും. പിന്നീട് അതെന്താവും, നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും അല്ലെ.
അതേപോലെ തന്നെയാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് പിക്ചറാണോ നമ്മൾ കൊടുക്കുന്നത് ആ ഒരു പിക്ചർ ആയിരിക്കും അത് നമ്മളുടെ ഇമോഷൻസ് ആയിട്ട് മാറും. ചില ആളുകളൊക്കെ ഞാൻ കാണാം, ചില ആളുകൾ പറയാറുണ്ട് എന്താണ് ഇങ്ങനെ അവർക്കായിരിക്കും ഫുൾ ടെൻഷന്. ഒരാൾക്ക് അസുഖമാണെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ കാണാൻ പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. പല അസുഖങ്ങളും വരും അവർക്ക്. പക്ഷെങ്കിൽ പിന്നീടാണ് അവർക്ക് മനസ്സിലാവുക ഇത് ഞാൻ അവിടെ പോയിട്ടുണ്ട്, അവരെ കണ്ടതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെയുള്ള ഒരു പ്രയാസം വന്നിട്ടുള്ളത്. അതിന് നമ്മൾ എത്ര തന്നെ നമ്മൾ ചികിത്സിച്ചാലും വേണമെങ്കിൽ നമുക്ക് മാറ്റം വന്നെന്ന് വരില്ല. എന്തുകൊണ്ടാ? നമ്മുടെ മനസ്സിനെ നമ്മൾ ചികിത്സിക്കേണ്ടി വരും. മനസ്സിന് നമ്മൾ ചികിത്സ കൊടുത്താലേ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും. അപ്പൊ നമ്മൾ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ എല്ലാവർക്കും ഈ ഒരു നെഗറ്റീവായ ചിന്തകളാണെങ്കിലും ഇതൊക്കെ വരും. അത് പെട്ടെന്ന് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റണം. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരാണ് നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ. ഓക്കെ, അപ്പൊ സാർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സാറിന് നമുക്ക് ഈ ഒരു ഇന്നത്തെ സെഷനിലേക്ക്, വിഷ്വലൈസേഷൻ സെഷനിലേക്ക് സന്തോഷത്തോടെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യാം. വെൽക്കം റഫീഖ് സർ. Good morning to all. Good morning. Yes. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഷറല്ലേ? ദ പവർ ഓഫ് വിഷ്വലൈസേഷൻ അല്ലേ നമ്മുടെ ടോപ്പിക് ഏതാണ്? വിഷ്വലൈസേഷന്റെ ശക്തി. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ദുബായിൽ വെച്ചാണ്. ഇവിടെ 8ാമത്തെ ദിവസമാണ് ഞാൻ എത്തിയിട്ട്. മെയിനായിട്ട് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക, ഒരു പ്രോഗ്രാമിലൂടെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് ഒരുപാടായിട്ട് മനസ്സിൽ ആവർത്തിച്ച് കൊണ്ട് നടന്നിരുന്ന ഒരു കാര്യമായിരുന്നു. എല്ലാവർക്കും അറിയാം, നമ്മൾ എന്താണോ നമ്മുടെ മനസ്സിൽ ആവർത്തിച്ച് കാണുന്നത് അത് ഉള്ളിൻ്റെ ഉള്ളിൽ എത്രത്തോളം അനുഭവിക്കുന്നുണ്ട്, അതിൽ എത്രത്തോളം നമ്മൾ ഇൻവോൾവ് ആകുന്നുണ്ട്, നമ്മൾ എത്രത്തോളം അതിൽ കമ്മിറ്റഡ് ആണ്, എത്രത്തോളം അതിന്റെ വികാരങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഇപ്പോൾ നടക്കണോ അതോ കുറച്ച് കഴിഞ്ഞ് നടന്നാൽ മതിയോ, അല്ല എങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹിച്ചാലും അതെല്ലാം നമ്മുടെ വിഷ്വലൈസേഷനിൽ കൂടിയാണ് നടക്കുന്നത്. യെസ് ഓർ നോ? ദുബായ് വിഷ്വലൈസേഷൻ അല്ലേ? യെസ്. ദുബായ് മാത്രമല്ല, ഇവിടുന്ന് ഇതൊരു തുടക്കം മാത്രമാണ്. 2011 കാണാൻ തുടങ്ങിയതാണ് ട്രെയിനർ എന്നുള്ള സ്വപ്നം. 2011 ആദ്യത്തെ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം കോഴിക്കോട് അറ്റൻഡ് ചെയ്ത് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ആദ്യത്തത് ഞാൻ അറ്റൻഡ് ചെയ്യാണ്, പോയിട്ട് പഠിക്കുകയാണ്. അന്നേ മനസ്സിൽ ആഗ്രഹമുണ്ട് ഇതേപോലെ ലോകം മുഴുവനും ക്ലാസ് എടുക്കുന്ന ഒരാളാവണം എന്നൊരാഗ്രഹം. അത് 2016 ആയപ്പോ നമ്മുടെ ഒരു മേഖലയിലേക്ക്, അതായത് 2014 EFT എന്നുള്ള പുതിയ ഒരു മനഃശാസ്ത്ര മേഖല കണ്ടെത്തിയതിന് ശേഷം അതിലായി പിന്നെ ഫോക്കസ്. അതുവരെ മോട്ടിവേഷണൽ സ്പീക്കറിനോ ട്രെയിനറിനൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് മാറി ആളുകൾക്ക് ഉപകരിക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളാവണം, അല്ലെ?
ആളുകളെ കേവലം മോട്ടിവേറ്റ് ചെയ്ത് പിരികയറ്റി വിടുന്ന ഒരു സ്വഭാവക്കാരനായിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അതാർക്കും പറ്റും മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെ. അത്യാവശ്യം വാക്ചാതുര്യമുള്ള ഒരാൾക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ എളുപ്പമാണ് അല്ലെ. സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് മോട്ടിവേഷൻ എളുപ്പമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും ആ മോട്ടിവേഷൻ പലപ്പോഴും ആയുസ് കുറവാണെന്നും അതിലപ്പുറത്തേക്ക് ആളുകളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യമായുള്ള മാറ്റം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ച് നടന്നപ്പോൾ 2014 എനിക്ക് എന്റെ ലൈഫിനെ മാറ്റം വരുത്താൻ പറ്റിയ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ടൂള് പരിചയപ്പെടാനും ഭാഗ്യമുണ്ടായി. ഞാൻ എന്താണോ ആവർത്തിച്ച് തേടിക്കൊണ്ടിരുന്നത് അതിന് ഉള്ളിൽ ഒരു സമാധാനവും സന്തോഷം കിട്ടുന്ന ഒരവസ്ഥ എന്റെ ഉള്ളിൽ എനിക്കത് അനുഭവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിയപ്പോ അത് ആളുകൾക്ക് പഠിപ്പിക്കണം എന്നുള്ള ചിന്ത 2016 അത് ഇന്ത്യൻ നാഷണൽ ട്രെയിനർ ആവാൻ ട്രെയിനിങ് കൊടുക്കണം, ദുബായ് ബേസ് ചെയ്തുകൊണ്ട് ലോകം മുഴുവനും ഈ മെസ്സേജ് എത്തിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം 2016 സെറ്റ് ചെയ്തതാണ്. അതായത് 2024 ആയില്ലേ. നിങ്ങൾ ആലോചിച്ചു 8 വർഷം മുന്നേ തന്നെ ഞാനിത് കണ്ടിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ദ പവർ ഓഫ് വിഷ്വലൈസേഷൻ. ഒരാൾ പറയുന്നു അയർലൻഡിലേക്ക് പോവാൻ ആഗ്രഹമുണ്ട്, മനസ്സിലുണ്ട്, പക്ഷെ എക്സാം പാസ്സാവുന്നില്ല. എന്തുകൊണ്ടാ? ക്വാളിഫൈ ചെയ്യുന്നില്ല. വിഷ്വൽ ചെയ്യുന്നുണ്ട് സർ, നടക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അല്ലെ. ഞാൻ കുറെ ആയിട്ട് വിഷ്വൽ ചെയ്യുന്നുണ്ട്, നടക്കുന്നില്ല. എന്താ പ്രശ്നമല്ലേ നിങ്ങൾക്ക്? ആരാ പറയാ? എന്താ ഈ വിഷ്വലൈസേഷൻ ശരിക്കും? നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്താണോ നടക്കുന്നത് നിങ്ങൾ വിഷ്വൽ ചെയ്യുന്നില്ലേ? ചെയ്യുന്നില്ലേ? എല്ലാവരും വിഷ്വലൈസേഷൻ ചെയ്യാറില്ലേ? ചെയ്യാറില്ലേ? എല്ലാവരും വിഷ്വലൈസ് ചെയ്യാറില്ലേ? ചില ആളുകൾ മാത്രമല്ല, എല്ലായ്പ്പോഴും എല്ലാവരും വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ട്. മനസ്സിൽ എന്താണോ ആവർത്തിച്ച് വരുന്നത് അത് ആവർത്തിച്ച് ആ ചിത്രങ്ങൾ കാണുന്നത്, ആ ചിത്രങ്ങൾ തന്നെയാണ് ജീവിതത്തിലും നമ്മൾ കാണുന്നത്, അനുഭവിക്കുന്നത്. മനസ്സിൽ കാണാത്തത് ഒരിക്കലും ജീവിതത്തിൽ സംഭവിക്കില്ല എന്നും പറയില്ല. ചിലതൊന്നും നമ്മൾ പൂർണ്ണമായുള്ള പിക്ചർ കണ്ടോണമെന്നില്ല, പക്ഷെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അട്രാക്ട് ചെയ്യും, അതുമായി കണക്ട് ചെയ്ത കാര്യങ്ങൾ അട്രാക്ട് ചെയ്യും. അപ്പോ ഞാൻ വിചാരിച്ചെനിക്ക് നടക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് കേവലം ചിന്തകൾ മാത്രമല്ല, കേവലം ചിത്രങ്ങൾ കാണൽ മാത്രമല്ല, ആ ചിത്രങ്ങളും ചിന്തകളും വരുന്നതോട് കൂടെ തന്നെ അതിന്റെ ഒരു വികാര അനുഭവം ഉള്ളിന്റെ ഉള്ളിൽ നമുക്കുണ്ടാവണം. അതായത് അതിൽ ജീവിക്കാൻ കഴിയണം, ഭാവിയിൽ ജീവിക്കുക എന്നൊക്കെ പറയും. ഇനി ദുബായിൽ ഒറ്റ പ്രോഗ്രാമാ ഉദ്ദേശിച്ചെങ്കിൽ ഇപ്പൊ 2ാമത്തെ പ്രോഗ്രാമായി. ഈ ശനിയാഴ്ച അടുത്ത പ്രോഗ്രാം നടക്കുകയാണ്. ഒന്നാണ് നമ്മൾ ശരിക്കും വിഷ്വൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ, സത്യം പറയാനോട്. ഒറ്റ പ്രോഗ്രാം നടത്താൻ വേണ്ടി വന്ന, പക്ഷെ 2ാമത്തതും ഇവിടെ നടക്കുകയാണ്. എന്താ കാരണം? അതിലപ്പുറത്തേക്കുള്ള സാധ്യതകളിലേക്ക് മനസ്സിനെ ഓപ്പൺ ചെയ്ത് വിട്ടു. അപ്പൊ വീണ്ടും ഇതാ കണക്റ്റായി വരുന്നു. ഇനിയും ഇത് അങ്ങോട്ട് കണക്റ്റായി ഓക്കെ. ആരോ സ്ക്രീൻ അറിയാതെ ഷെയർ ചെയ്യുന്നുണ്ടേ, ശ്രദ്ധിക്കും. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് അത് കണക്റ്റ് ആയിക്കൊണ്ടേയിരിക്കും, അത് സംശയം വേണ്ട. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് വരാൻ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്, വെറുതെ വന്നല്ല. ഒരുപക്ഷെ കഴിഞ്ഞ കാല മോശം അനുഭവങ്ങളിലായിരിക്കാം, തെറ്റായുള്ള വിശ്വാസങ്ങളിലായിരിക്കാം, കുടുംബത്തിൽ കൂടുതൽ രോഗാവസ്ഥ കണ്ടു വളർന്നിട്ടുണ്ടെങ്കിൽ, ചെറുപ്പത്തിലെ രോഗം കണ്ടു വളർന്ന ആളുകള് അല്ലെ, ഹോസ്പിറ്റല് വീട് ഹോസ്പിറ്റൽ, ഇങ്ങനെ വളർന്ന് ഇത് കണ്ടു വളർന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും വിശ്വാസം? ജീവിതം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റല്, വീട്,
വീട് ഹോസ്പിറ്റൽ. ഇതാണ് അവന്റെ മനസ്സിൽ രൂപപ്പെടുന്ന ജീവിതം അല്ലെ. അത് അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം എന്താ, അവൻ കാണുന്നത് ഉള്ളിൽ പതിയാണ് ചെയ്യുന്നത്. നമ്മൾ എന്താണ് ആവർത്തിച്ച് കാണുന്നത്, അത് ഉള്ളിൽ പതിയുന്നുണ്ട്, ഇംപ്രിൻസ് ആയിട്ട് പതിയുന്നുണ്ട്. അതിൽ മാറ്റം വരണമെങ്കിൽ ബോധപൂർവം നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് അവെയറായി മാറ്റം വരുത്തണം. ആ മാറ്റം വരുത്താനുള്ള നമ്മുടെ പവറാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. ആ പവർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ വിഷ്വലൈസേഷൻ അവിടെ സംഭവിക്കുന്നു. അതിന്റെ പേരാണ് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാണ്, സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് കൂടെ പല അത്ഭുതങ്ങളും സംഭവിക്കും കേട്ടോ. നമുക്ക് വേണ്ടതായിരിക്കും, പക്ഷെ നമുക്കത് അറിയില്ല. അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും ചിലപ്പോൾ. അത്ഭുതങ്ങൾ സംഭവിക്കണ്ടില്ലേ. ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷെ ഇതേപോലെ പലതും സംഭവിക്കാൻ എനിക്കറിയാം, പക്ഷെ ഈ രൂപത്തിൽ വിചാരിക്കുന്നത് ഒട്ടും വിചാരിച്ചില്ല എന്ന് പറയാറില്ല. അതും സംഭവിക്കും. അത് അത്ഭുതങ്ങളുടെ ലോകം സംഭവിക്കുന്നു. ഉള്ളിൽ ആ പ്യൂരിറ്റിയോടെ, ആ വിശുദ്ധിയോടെ, ആ നന്മയോടെ ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, അതുമായി കണക്റ്റഡ് ആയുള്ളതൊക്കെ പതിയെ പതിയെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. ഒരു സംശയമില്ല. ദാറ്റ്സ് എ റിയാലിറ്റി. അപ്പൊ നമ്മൾ ഈ ബോധം കൊണ്ടുവരാന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. വീണ്ടും വീണ്ടും ഞാൻ അതിലേക്ക്, ആ ഒരു ലക്ഷ്യത്തിലേക്ക്, ആഗ്രഹിക്കുന്ന ലക്ഷ്യം, ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളിലേക്ക് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. എന്റെ മനസ്സിനെ ഞാൻ കൂടുതൽ അതിലേക്ക് ട്യൂൺ ചെയ്യേണ്ടതുണ്ട്. ഇടയ്ക്ക് ഡൈവേർട്ട് ചെയ്ത് പോകും, ഡിസ്ട്രാക്ട് ചെയ്ത് പോകും. അത് മനസ്സെന്താണ്, നമ്മുടെ പഴയ പ്രോഗ്രാം വർക്ക് ചെയ്യുന്ന പഴയതൊന്നും പെട്ടെന്ന് ചിലപ്പോ പോയിക്കോളണമെന്നില്ല. പഴയ ഫയൽസ് അവിടെ കിടക്കണേ. ഒരുപാട് ഫയൽസ് ഇപ്പോഴും പഴയത് കിടക്കുന്നത് എനിക്കറിയാം, എന്റെ ഉള്ളിൽ കിടക്കുന്നത് എനിക്കറിയാം. ഞാൻ എല്ലാം കൂടെ ഒറ്റ ദിവസം കൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ ഇറ്റ്സ് നോട്ട് പോസിബിൾ, സാധ്യമല്ല. അപ്പൊ അവിടെയാണ് നമ്മൾ പ്രാക്ടീസ്, നമ്മൾ റിപ്പീറ്റഡ്ലി നമ്മൾ എന്ത് ചെയ്യാണ്, അത് പ്രാക്ടീസ് ചെയ്ത് 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 നമുക്ക് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ ഡെയിലി മാറ്റി വെക്കും. അറ്റ്ലീസ്റ്റ് അരമണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട്. അതെന്താ അരമണിക്കൂർ എന്ന് പറയുന്നത്, അരമണിക്കൂർ മാത്രം ചെയ്യാന്നല്ല, അരമണിക്കൂർ അതിനെക്കുറിച്ചുള്ള അവയർനെസ് ശക്തമായി കൊടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് രാവിലെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ ദിവസം മുഴുവൻ നമുക്ക് ആ ഒരു എനർജി കിട്ടും. ആ ഒരു തിരിച്ചറിവിന്റെ ശക്തിയിൽ നമ്മളുടെ നോട്ടവും സംസാരവും പ്രവൃത്തിയും എല്ലാം അതിലൂടെ മാറ്റം വരും. അപ്പോഴാണ് ആ ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്തുള്ള, ആ വികാരങ്ങൾ അറിഞ്ഞുള്ള അല്ലെ, അതിന്റെ ആ പവർ അറിഞ്ഞുള്ള, ആ ഫീല് ശരിക്കും അനുഭവിച്ചുള്ള, അത് നമ്മുടെ സത്തയുടെ ഭാഗമാവണമെന്നാണ്, നമ്മുടെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ട്. അത് ഞാൻ തന്നെയാണ്, അത് എന്റെ എനർജി തന്നെയാണ്, ഞാൻ നേടിയേ പറ്റൂ, ദിസ് ഈസ് മൈ ലൈഫ്, ഇതെന്റെ ജീവിതമാണ്, ഐ ട്രൂലി ഡിസേർവ് ദിസ്, ഞാൻ യഥാർത്ഥത്തിൽ ഈ ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്, ഇത് ശരിക്കും എനിക്ക് അവകാശപ്പെട്ടതാണ്, അർഹതയുള്ളതാണ് അല്ലെ. ഇതാരെങ്കിലും തരുന്ന ഔദാര്യമല്ല, അതെനിക്ക് അവകാശം, പ്യുവർലി ഐ ഡിസേർവ് ഇറ്റ്. ഞാൻ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, അത് അർഹിക്കുന്നുണ്ട്. അർഹത വിഷ്വലൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനിക്കത് അർഹതയുണ്ട്. അപ്പോ ഈ അർഹതയുണ്ട് എന്ന് പറയുന്നത് കൂടെ തന്നെ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, ഈസി ആയിട്ട് എന്റെ ലൈഫിൽ നടക്കും എന്ന് പറയണം. ഈസി ആയിട്ട് അത് നടക്കും എന്ന് വിചാരിച്ച് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കലല്ല, ഈസിയായി നടക്കുന്നാൽ ഒന്നും പ്രവർത്തിക്കാതിരിക്കലല്ല. നമ്മൾ ആക്ഷൻ എടുക്കും തോറും എന്ത് ചെയ്യും, അതിന്റെ ഫ്രീക്വൻസി മാച്ചായി വരുന്നത് കൊണ്ടാണ്, അല്ലാതെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് സംഭവിക്കുന്നതല്ല. നമ്മൾ ആ എനർജി ലെവലിലേക്ക് കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പോലും അറിയാതെ നമ്മൾ ആക്ഷൻ എടുത്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അല്ലെ. ഫ്രീക്വൻസി മാച്ച് ചെയ്യുന്ന അവിടെയാണ്. ആദ്യം നമ്മളത് വിഷ്വൽ ചെയ്യുമ്പോൾ തന്നെ ആ ഫ്രീക്വൻസി വരുന്നു, പിന്നെ അത് ഉണ്ടായതായിട്ട് ശരിക്കും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആ ഫ്രീക്വൻസി കൂടുന്നു. ആ വികാര അനുഭവങ്ങൾ ഒന്നുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ വല്ലാത്തൊരു സന്തോഷം, വല്ലാത്തൊരു ആനന്ദം ഉള്ളിൽ അനുഭവിക്കുന്ന സമയത്ത് ആ എനർജി ലെവൽ ഉയർന്നുകൊണ്ടേയിരിക്കും. ആ ഹൈ എനർജിയിൽ, ഹൈ ഫ്രീക്വൻസിയിലാണ്
സ്പീഡ് ഓഫ് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത്. സ്പീഡ്. എന്റെ ശബ്ദം ഇല്ലാന്നോ? ആരാ ശബ്ദം ഇല്ലാന്നാണ്? ശബ്ദം ഓക്കെ തന്നെയല്ലേ? അപ്പൊ ഇല്ലാത്തവർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പ്രശ്നമായിരിക്കും കേട്ടോ. നമ്മള് ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ വിഷ്വലൈസേഷന്റെ പവർ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ അറിയണം. വിഷ്വലൈസേഷന്റെ പവർ ഉള്ളിലുണ്ട് എന്ന് അറിയണം. ക്ലിയർ അല്ലേ? എൻ്റെ ലൈഫ് എൻ്റെ ഉള്ളിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ചിത്രങ്ങളാണ്, വിചാരങ്ങളാണ്, വികാരങ്ങളാണെന്ന് സ്വയം തിരിച്ചറിയണം. ആ ശക്തി എൻ്റെ ഉള്ളിലുണ്ട്. ചിന്തിക്കാനുള്ള ശക്തി എന്ന് പറയുന്നത് അത് കേവലം ചിന്തകൾ മാത്രമല്ല, ഉള്ളിൽ വികാരങ്ങൾ, ചിത്രങ്ങൾ, ആ ഒരു ഫീലിങ്സ് ആഴത്തിൽ അനുഭവിക്കാൻ ഈ നിമിഷം അത് എന്നോ വരാനുള്ളതാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്യൂച്ചറിലേക്ക് കണക്ട് ചെയ്യുന്നതിന് പകരം അങ്ങനെ ഫ്യൂച്ചർ എനിക്കുണ്ടെങ്കിൽ ആ ഒരു വികാരം ഈ നിമിഷം എനിക്കത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെ? ലോ ഓഫ് അട്രാക്ഷൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. യു ഡോണ്ട് അട്രാക്ട് വാട്ട് യു വാണ്ട്, യു അട്രാക്ട് വാട്ട് യു ആർ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല പോലും അട്രാക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നത് നടക്കുന്നില്ല. പിന്നെയോ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് അട്രാക്ട് ചെയ്യുന്നത്. അതാണ്. ക്ലിയർ അല്ലേ? മനസ്സിലായോ? ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല അട്രാക്ട് ചെയ്യുന്നത്. ആഗ്രഹിക്കണം, പക്ഷെ അത് ആഗ്രഹത്തിൽ മാത്രം നിന്ന് പോകുന്നു അല്ലെ? ആളുകൾക്ക് കൂടുതൽ എന്തായിരിക്കും? അത് കേവലം ആഗ്രഹങ്ങൾ മാത്രമായി തീരുന്നു. അത് ആഗ്രഹങ്ങൾക്കപ്പുറത്തേക്ക് അനുഭവമായിട്ട് മാറും. അതാണ് വാട്ട് യു ആർ. നിങ്ങളുടെ ഉള്ളിൽ അതായി തീർന്നിരിക്കുന്നു. ഇനി ഏത് നിമിഷവും കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞെട്ടിക്കുന്ന വിധം നിങ്ങൾ അത് കാണാൻ പോവുകയാണ്. ഇല്ലേ? കണ്ണ് തുറന്നു കഴിഞ്ഞാല് നിങ്ങൾ അമ്പരന്ന് പോകുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ മുന്നിൽ അത് പ്രത്യക്ഷപ്പെടാൻ പോകുന്നു എന്നൊരു ഫീൽ മനസ്സിലാവുന്നുണ്ടോ? ഇതെന്താ മാജിക് ആണോ, ഇതെന്താ കൂടോത്രമാണോ എന്നൊക്കെ പലർക്കും സംശയം തോന്നും ഇങ്ങനെ അത്ഭുതം കാണുമ്പോൾ. ഇതെങ്ങനെ സംഭവിച്ചു? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഈ ഒരു റിയാലിറ്റി, ഇതാണ് ചിന്തകളുടെ ശക്തി. ദൈവം തമ്പുരാൻ മനുഷ്യന് തന്ന ചിന്തകളുടെ ശക്തി ഇതാണ് അല്ലെ? ആ മൂവിയാണത്. മൂവി പോലെ ഇങ്ങനെ വർക്ക് ചെയ്യാണ് അല്ലെ? മെന്റൽ പിക്ചേഴ്സ് മൂവി പോലെ ആവർത്തിച്ച് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വേണം നമ്മുടെ ലൈഫിൽ? എന്ത് മൂവി കാണണം? എന്ത് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണോ അതിനനുസരിച്ചുള്ള മൂവി കണ്ടുകൊണ്ടേയിരിക്കണം. നമുക്ക് എന്ത് ലൈഫാണ് വേണ്ടത് അതിനനുസരിച്ചുള്ള മൂവി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കണം. എന്ത് ലൈഫാണ് വേണ്ടത്? എന്ത് ലൈഫാണ് വേണ്ടത്? പറയൂ. നമുക്ക് എന്ത് ലൈഫാണ് വേണ്ടത്? ആദ്യം അത് തീരുമാനിക്കണം. നിങ്ങൾക്ക് വേണ്ടത് എന്താണ് തീരുമാനിക്കണം. അപ്പോഴേ വിഷ്വലൈസേഷൻ ശക്തി ഉണ്ടാവുള്ളൂ. വേണ്ടത് എന്താണെന്ന് എത്രത്തോളം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് അത് അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ലൈഫ് എന്ന് പറയുന്നിടത്ത് കുറച്ചുകൂടെ വ്യക്തത വേണം. സമ്പത്ത് വേണം, ആരോഗ്യം വേണം എന്ന് പറയുന്നിടത്ത് കുറച്ചുകൂടെ വ്യക്തത വേണം. അതെങ്ങനെ? എത്ര ക്യാഷ് വേണം? പൈസ എന്നിടത്ത് കേവലം സമ്പത്ത് വേണമെന്നല്ല. ചില ആളുകൾ പറയും എനിക്ക് കോടികൾ വേണം. ഡയലോഗ് മാത്രമേ ഉള്ളൂ, നടക്കുന്നില്ല അല്ലെ? കോടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ആ ആഗ്രഹത്തിന് തീവ്രത പോരാ. കാരണം എന്താണ് തീവ്രത പോരാത്തത്? ആ കോടി എത്ര കോടി വേണം? എത്ര കോടി വേണം? ഈ കോടികൾ എന്തിനാണ്? ആ കോടികൾ എൻ്റെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ്? ആ കോടികൾ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഉപയോഗിക്കുന്ന വാഹനം എന്താണ്? ഞാൻ താമസിക്കുന്ന വീട് എങ്ങനെയാണ്? ഞാൻ യാത്ര ചെയ്യുന്ന രാജ്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ വാങ്ങിക്കൂട്ടുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ്? ഞാൻ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളും അല്ലെ? ഞാൻ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും, എൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മാറ്റങ്ങളും
മുൻകൂട്ടി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു മെന്റൽ പിക്ചർ, ഇതൊക്കെ ചിത്രം പോലെ ഉള്ളിൽ കാണാൻ കഴിയുന്നവർക്ക് അത് വളരെ ഫാസ്റ്റ് ആയിട്ട് അട്രാക്ട് ചെയ്യും. ക്ലിയർ അല്ലേ പറയുന്നത്? അതാണ് വിഷ്വലൈസേഷൻ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയുള്ള കാര്യം. ക്ലാരിറ്റി ഈസ് പവർ. ക്ലാരിറ്റി വേണം. നിങ്ങൾക്ക് നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടോ? അതാ നടക്കാത്തത്. ആർക്കെങ്കിലും നടക്കുന്നില്ല തോന്നുന്നുണ്ടെങ്കിൽ സ്വയം ടെസ്റ്റ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? സ്വർണം കൺഫ്യൂഷൻ അല്ലേ? എന്താവണം, എന്ത് വേണം എന്നുള്ള കൺഫ്യൂഷൻ ഇല്ലേ? ആ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യുക. കൺഫ്യൂഷൻ ഉണ്ട്. മക്കൾ പഠിക്കുന്നവരാവണം. മക്കൾ നന്നായി പഠിക്കുന്നു എന്ന് മനസ്സിൽ എന്ത് ചെയ്യുക? ഉറപ്പിച്ച് പറയാ, എന്റെ മക്കൾ നല്ല കുട്ടികളാണ്, നന്നായി പഠിക്കുന്നവരാണെന്ന് ഉറപ്പിച്ച് പറയാ. പഠിക്കുന്ന മക്കളെ കാണുക, മക്കൾ പഠിച്ചു ഉയർന്ന് കാണുക, മക്കൾ പഠിച്ചുയർന്ന് നല്ല ജോലി കിട്ടുന്നത് കാണുക, അവർ നല്ല ബിസിനസ് കെട്ടിപ്പൊക്കുന്നത് കാണുക, അവര് മനോഹരമായി എന്ത് ചെയ്യുക, കുടുംബജീവിതം നയിക്കുന്നത് കാണുക. അങ്ങനെ തുടങ്ങിയിട്ട് അവരുടെ ഫ്യൂച്ചർ വളരെ നല്ല രീതിയിൽ, വളരെ മികച്ച രീതിയിൽ അല്ലെ, അവരുടെ ഭദ്രമായുള്ള ഭാവി ജീവിതം നമുക്ക് ശരിക്കും കാണാൻ കഴിയുന്ന രീതിയിൽ മക്കളെ നമ്മൾ വിഷ്വൽ ചെയ്യണം. അതിപ്പോ ചെറുതായാലും വലുതായാലും നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? നടന്നു കഴിഞ്ഞു എന്നൊരു ഫീലില് എന്റെ മക്കൾ നേടിക്കഴിഞ്ഞു, അവർ വിജയിച്ചിരിക്കുന്നു. കാരണം അവരെന്റെ മക്കളാണ്. എന്റേത് അല്ല, അത് ഒരു വ്യത്യാസമില്ല. ഞാൻ അവർ എന്നുള്ള വ്യത്യാസം അവിടെ ഇല്ലാതെ തീരുന്നു. അത് ഞാൻ തന്നെയാണ്. ഞാൻ എന്താണോ ആത്മാർത്ഥമായി ആഗ്രഹിക്കുക അത് തന്നെയാണ് അവർ. അതെന്റെ ഭാര്യ ആയാലും അങ്ങനെ തന്നെ, എന്റെ മക്കളായാലും എന്റെ ഫാമിലി മെമ്പേഴ്സ് ആയാലും. അപ്പൊ നല്ല റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. സമ്പത്ത് നമ്മൾ പറഞ്ഞു അല്ലേ, വ്യക്തമായ ഫൈനാൻഷ്യൽ ഗോൾ ഉണ്ടാവണം. ആ ഗോൾ അനുസരിച്ച് വിഷ്വൽ ചെയ്യണം, പ്രവർത്തിക്കുകയും വേണം. ക്ലിയർ അല്ലേ? സമ്പത്തിന് എന്താ വേണ്ടത്? സമ്പത്ത് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും വേണം അല്ലെ? സമ്പത്ത് ആഗ്രഹമില്ലാത്ത ആരില്ലല്ലോ. വ്യക്തമായിട്ട് എഴുതുക, എത്ര വേണമെന്ന് എഴുതുക, വീണ്ടും 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 അതിങ്ങനെ വിഷ്വൽ ചെയ്യുക, അത് കാണുക, അത് അനുഭവിക്കുക, അതിൽ സന്തോഷിക്കുക, പരാതി പരിഭവങ്ങൾ പറയാതിരിക്കുക. ഒരിക്കലെങ്കിലും ഒരു തവണയും പറയാതിരിക്കുക. എനിക്കത് കിട്ടിയില്ലല്ലോ, നടന്നില്ലല്ലോ, എനിക്കത് നടന്നില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് വിഷ്വലൈസേഷൻ സംഭവിക്കുന്നു. നടക്കുന്നത് വരെ അങ്ങനെ കണ്ടേ പറ്റൂ. ചില കാര്യം ചോദിക്കാറുണ്ട്, എത്ര കാലം വിഷ്വൽ ചെയ്യണം? എത്ര കാലം? ഞാൻ ചോദിക്കട്ടെ, എത്രത്തോളം ഭക്ഷണം കഴിക്കണം? വിശപ്പ് മാറുന്നത് വരെ അല്ലേ? 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 എന്നതുപോലെ തന്നെയാണ് വിഷ്വലൈസേഷൻ റിസൾട്ട് കിട്ടുന്നത് വരെ ചെയ്യണം. അതിന് പ്രത്യേക പരിധിയൊന്നുമില്ല. രാവിലെ ഒരു അരമണിക്കൂർ മാത്രം കണ്ടാൽ പോരാ. ആ അരമണിക്കൂർ കാണുന്നത് അത് ആ ദിവസം മുഴുവനും എനർജി കിട്ടുന്ന രീതിയിൽ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാനുള്ള പ്രാക്ടീസ് മാത്രമാണ്. ബാക്കി എല്ലാ സമയത്തും അതിൻ്റെ ഒരു വൈബ്രേഷനിൽ, അതിൻ്റെ ഒരു ഹൈ എനർജിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം. അവിടെ കൃത്യമായുള്ള ഗോളുകൾ ഉണ്ടാവണം. ഡെയിലി ചെയ്യേണ്ട ടു ഡു ലിസ്റ്റുകൾ ഇപ്പോൾ തന്നെ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് എഴുതി വെച്ച് അത് വിഷ്വൽ ചെയ്ത് ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുന്നേ ആ ഹാപ്പി ഫീലിൽ എല്ലാം അച്ചീവ് ചെയ്ത് ആ ഫീലിൽ ഉറങ്ങുന്നത് മുൻകൂട്ടി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അത് പറ്റും, അത് കഴിയും അല്ലെ? ദാറ്റ്സ് എ പവർ ഓഫ് വിഷ്വലൈസേഷൻ. അതാണ് വിഷ്വലൈസേഷന്റെ പവർ അല്ലെ? അതാണ് ഫാമിലി ലൈഫ്. നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആയുള്ള ഫാമിലി, നിങ്ങളെ ഫാമിലിയിൽ നിന്ന് എത്രത്തോളം നിങ്ങൾ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, മക്കളിൽ നിന്ന് അല്ലെ, ഫാമിലി മെമ്പേഴ്സിൽ നിന്നെല്ലാം നിങ്ങൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു അത് മുൻകൂട്ടി അങ്ങോട്ട് സെറ്റ് ചെയ്യുക. അവരെങ്ങനെ എന്നുള്ളതല്ല, അവരങ്ങനെ ആയി തീർന്നത് നമ്മുടെ ചിന്തകൾ കൊണ്ട് കൂടിയാണ്. നമ്മളെ ചിന്തകൾക്കും അതിൽ റോളുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ എന്താണോ ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് കാണുന്നത്, വിശ്വസിക്കുന്നത്, വിഷ്വലൈസ് ചെയ്യുന്നത്, അതെന്റെ ലൈഫിൽ നടന്നിരിക്കുമെന്നുള്ള ആ ഒരു ബോധ്യത്തോടെ എന്ത് ചെയ്യാൻ, ഒന്ന് അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാം. അപ്പൊ നല്ല അടിപൊളി ഹാപ്പി ആയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഫാമിലി ലൈഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യം. സമ്പൂർണമായുള്ള ഒരു ആരോഗ്യാവസ്ഥ
മുൻകൂട്ടി കാണുക. ചില ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താ ചെയ്യേണ്ടത്, വയറ് കുറക്കണം, തടി കുറക്കണം, തടി കൂട്ടണം എന്ന് പറയാറുണ്ട്. തടി കുറക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തടി കൂടുകയുള്ളൂ. കാരണം എന്താ, നിങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നത് എന്റെ തടി കൂടുതലാണെന്നാണ് അല്ലേ. തടി കുറക്കണം എന്ന് പറയും തോറും തടി കൂടാനുള്ള കാരണം എന്താ മനസ്സിലായോ? നിങ്ങൾ ആ കുറക്കണം എന്നുള്ള വേർഡ് പറയുന്നതിലൂടെ നിങ്ങൾ തടിയനായുള്ള ഇമേജ് ആണ് വീണ്ടും വീണ്ടും മനസ്സിൽ കാണുന്നത്. പിന്നെ എന്താ വേണ്ടത്? തടി കുറക്കണമെന്നും പറയണ്ട, തടി കൂട്ടണമെന്നും പറയണ്ട. പിന്നെ എന്ത് പറഞ്ഞാൽ മതി? നിങ്ങൾക്ക് എത്ര ബോഡി വെയിറ്റ് വേണം? ഞാൻ എപ്പോഴും പറയണം, എഴുതി വെക്കണം. എത്ര ബോഡി വെയിറ്റ് വേണം എഴുതി വെച്ച്. ഞാൻ പറയുന്നതൊക്കെ തടി കൂടുതലും കുറവുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയ പ്രാക്ടീസ് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് എത്ര ബോഡി വെയിറ്റ് വേണം? 60 ആണോ? 55 ആണോ? 60 ആണോ? 65 ആണോ? അല്ലെ 58? ഓക്കെ. ആ ബോഡി വെയിറ്റ് എന്ത് ചെയ്യാ? എഴുതി വെക്കുക. ആ ബോഡി വെയിറ്റ് ഉള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റൂലേ? പറ്റുമല്ലോ അല്ലെ. നിങ്ങൾ കാണുന്ന അതേ ബോഡി വെയിറ്റിലെ ആളുകളുടെ ചിത്രങ്ങൾ കിട്ടുന്നോ? ഓൺലൈനിൽ കിട്ടും അല്ലേ. നമുക്ക് നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റ് ഔട്ട് ചെയ്തെടുക്കാം. അത് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് ആ ബോഡി വെയിറ്റ് എന്ത് ചെയ്യുക? വിഷ്വൽ ചെയ്തുകൊണ്ടേ ഇരിക്കുക. വിഷൻ ബോർഡിൽ ഒട്ടിക്കുന്ന ആൾക്കാരുണ്ട്. വിഷൻ ബോർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോ മൈ ബോഡി വെയിറ്റ് ഈസ് ദിസ്. എന്റെ ബോഡി വെയിറ്റ് ഇത്രയാണ് എന്റെ ബോഡി വെയിറ്റ്. അത് കാണുക. എന്നിട്ട് ആ ബോഡി വെയിറ്റ് നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു സുഖം ഉണ്ടല്ലോ. നിങ്ങൾക്ക് ആളുകളുടെ ഇടയിൽ ഇറങ്ങി നടക്കാനുള്ള വല്ലാത്തൊരു കോൺഫിഡൻസ് ഉണ്ടാവും അല്ലെ. നമുക്ക് ആ ഒത്ത ശരീരം, ഞാൻ ആഗ്രഹിക്കുന്ന ഒത്ത ശരീരം, അതാണ് വടിവൊത്ത. അങ്ങനെ പറയും, വടിവൊത്ത ഒത്ത ഫിറ്റായുള്ള ബോഡിയാണ്. ആ ഒത്ത ശരീരം എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള ഫീലില് ആ ഗ്രാറ്റിറ്റ്യൂഡ് മുൻകൂട്ടി ഇങ്ങോട്ട് പറയാം. ഞാൻ ആഗ്രഹിച്ച ഒത്ത ശരീരം എനിക്ക് ലഭിച്ചിരിക്കുന്നു. സമ്പൂർണമായ ആരോഗ്യമുള്ള ഒത്ത ശരീരം എനിക്ക് ലഭിച്ചിരിക്കുന്നു. അത് കാണുക. അത് കണ്ടാൽ മാത്രം പോരാ, അതിന് കൂടെ തന്നെ പതിയെ പതിയെ നിങ്ങൾ ഡ്രസ്സ് വാങ്ങുമ്പോൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കണം അല്ലെ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ബോഡി വെയിറ്റ് ഉണ്ടായാൽ ധരിക്കുന്ന ഡ്രസ്സ് ഇപ്പോൾ വാങ്ങണം. മനസ്സിലായോ? അത് ഉണ്ടായിട്ട് വാങ്ങല്ലേ. എപ്പോ വാങ്ങണം? ഇപ്പോൾ വാങ്ങണം. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ സംശയം, അഥവാ കുറഞ്ഞില്ലെങ്കിലോ എന്നൊരു സാധനം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സംശയം കൂടെ പോകണം. അത്രയും വിശ്വാസം കയറും. ക്ലിയർ അല്ലേ? മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പുരോഹിതന്മാര് ഒരുപാട് ആളുകളെ ഒരുമിച്ച് കൂട്ടിയ ഒരു സ്റ്റോറി ഞാൻ പറയാറുണ്ട്. ഒരു നാട്ടിൽ തീരെ മഴയില്ല അല്ലെ. നാട്ടിലെ എല്ലാവരെയും മത പുരോഹിതന്മാർ, നേതാക്കന്മാർ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂട്ടി. എല്ലാവരും വന്നിരിക്കുന്നു. പക്ഷെ ഒരാളുടെ കയ്യിൽ മാത്രം എന്തുണ്ട്? ഒരു കുടയുണ്ട്, ഒരു കുട്ടിയുടെ. എല്ലാവരും അത്ഭുതത്തോടെ ആ കുട്ടിയുടെ അടുത്തേക്ക് നോക്കുകയാണ്. എന്താ ഇവൻ ഈ ശക്തമായുള്ള എന്താണ് ഒരു മഴയും ഇല്ലാത്ത ഈ അവസ്ഥയിൽ അല്ലെ, ഒരാവശ്യമില്ലാതെ കുട എന്തിനാ കൊണ്ടുവന്നതെന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. അപ്പൊ കുട്ടി ചോദിക്കുന്ന നിഷ്കളങ്കമായ ഒരു ചോദ്യമുണ്ട്. എന്താണ്? അപ്പൊ ശരിക്കും മഴ പെയ്യൂലേ എന്ന്. നിങ്ങൾക്ക് എന്റെ പ്രാർത്ഥനയിൽ വിശ്വാസമല്ലേ എന്നാണ് ആ ചോദ്യം. ആ കുട്ടിയുടെ നിഷ്കളങ്കമായുള്ള ആ ഒരു വിശ്വാസം പോലും നമുക്ക് പല ആളുകൾക്കും നമ്മളെ കാര്യത്തിൽ ഇല്ല എന്നുള്ളതല്ലേ അതിന്റെ സത്യം അല്ലെ. നമുക്ക് ആ വിശ്വാസം ഉള്ളില് നിഷ്കളങ്കമായി വിശ്വസിക്കുക എന്നുള്ളതാണ്. കുട്ടിയെ പോലെ, ഒരു കൊച്ചുകുട്ടിയെ പോലെ നിഷ്കളങ്കമായി വിശ്വസിക്കാൻ കഴിയണം അല്ലെ. എനിക്ക് ഇത്ര ബോഡി വെയിറ്റ് ആണ്, സമ്പൂർണമായുള്ള ആരോഗ്യമുള്ള ശരീരം. അങ്ങനത്തെ കാണാം. സമ്പൂർണമായുള്ള ആരോഗ്യമുള്ള ശരീരം. അങ്ങനെ തന്നെ നമ്മൾ നമ്മളെ കാണുക, നമ്മുടെ മക്കളെയും കാണാം. നമ്മൾ ചുറ്റും നമ്മൾ ആർക്കൊക്കെ വേണ്ടി അത് ചെയ്യുന്ന അവർക്കൊക്കെ കാണാൻ പറ്റും. ആ പൂർണ്ണമായുള്ള ഹെൽത്ത് കാണും. കംപ്ലീറ്റ് ഹെൽത്ത് അല്ലെ. ഹൈ എനർജി അല്ലെ. നമ്മള് ജിം ബോഡിയൊക്കെ വെച്ചിട്ട് ചില ആൾക്കാർ വിഷ്വലൈസ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ജിം ബോഡിയൊക്കെ വെച്ചിട്ട് അല്ലെ. ചെയ്യാം. എങ്ങനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങൾ കൊടുക്കുക. അത് ഹെൽത്ത് അല്ലെ. വെൽത്ത് നമ്മൾ പറഞ്ഞു.
ഫാമിലി കൊണ്ടുവരാം. ഫാമിലി ആരൊക്കെ എന്തൊക്കെ, ആ ബന്ധം എത്രത്തോളം നിങ്ങൾ ആസ്വദിക്കുന്ന, അനുഭവിക്കുന്നത്, എത്രത്തോളം ഊഷ്മളമാണ് നിങ്ങളുടെ ബന്ധങ്ങൾ. നിങ്ങളുടെ ഫാദർ മദർ, നിങ്ങൾ ഫാദർ ഇല്ലോ, മദർ ഇല്ലോ, ബ്രദേഴ്സ് ഇല്ലോ, സിസ്റ്റേഴ്സ് ഇല്ലോ, എല്ലാവരുമായിട്ടും ആ സ്നേഹത്തിലും സന്തോഷത്തിലും പരസ്പരം രഞ്ജിപ്പിലും അടുപ്പത്തിലും ഇഷ്ടത്തിലും ആ ഒരു ഫീൽ അനുഭവിച്ചുകൊണ്ട് ആ പിക്ചർ നിരന്തരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് എത്തും, ഒരു സംശയമാണ്. അത് ആവർത്തിച്ച് 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 ഒരു 21 days മിനിമം കാണണമെന്നാണ്, ഏറ്റവും മിനിമം. ശരിക്കും 90 days പ്രാക്ടീസ് ആട്ടോ. ഇവിടെ റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ മുഴുവനും 2 ദിവസം ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ കണ്ടത്. അവർക്ക് ലോട്ടറി അടിക്കുമ്പോൾ റിസൾട്ട് കിട്ടണം. ഇപ്പൊ ചെയ്തുകൊണ്ട് ഇന്ന് വൈകുന്നേരം റിസൾട്ട് കിട്ടണം, നടക്കുവോ? വൈകുന്നേരം കിട്ടണം, രാവിലെ കിട്ടണം. നമുക്ക് ഈ ആവേശം ഇതിന് പറ്റൂല. ഈ ആവേശം നിൽക്കുന്നുണ്ടെങ്കിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ആവേശമാക്കി മാറ്റും. ഈ ആവേശം ഉണ്ടല്ലോ, അത് ഡെയിലി പ്രാക്ടീസിന് വേണ്ടി മാറ്റി വെച്ചാൽ ലൈഫ് എത്ര മാറും തന്നെ. നിങ്ങൾ എത്ര തവണ പ്രാക്ടീസ് ചെയ്ത് നിർത്തിയിട്ടെന്ന് ആലോചിച്ച് നോക്കൂ. തുടങ്ങി 1 വർഷം മുന്നേ തുടങ്ങി നിർത്താതെ നിങ്ങൾ ഇന്ന് വരെ എത്തി. നിങ്ങളിപ്പോ ആഗ്രഹിച്ചത് എന്നോ കവർ ചെയ്ത് പോയിട്ടുണ്ടാവും. പല തവണ തുടങ്ങിയിട്ട് നിർത്തിയ ആൾക്കാരായിരിക്കും ഇതിലൊരു, അല്ലെ, ഭൂരിപക്ഷം ആളുകൾ. ആം ഐ റൈറ്റ്? പല തവണ തുടങ്ങിയിട്ട് നിർത്തിയ ആളുകളായിരിക്കും. യെസ് ഓർ നോ? അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളെ സെൽഫായിട്ട് ട്രെയിൻ ചെയ്തെടുക്കണം. ഈ അവബോധം കൊടുക്കണം, നമ്മൾ തന്നെ കൊടുക്കുക. പേനയും ബുക്ക് കൊടുത്ത് എഴുതുക. എന്താണ് ലൈഫിൽ വേണ്ടത്? ഗോൾസ്. എന്റെ ഹെൽത്ത് ഗോള്, എന്റെ വെൽത്ത് ഗോള്, എന്റെ ഫാമിലി ഗോള്, എന്റെ ബിസിനസ് ഗോള്, എന്റെ കരിയർ ഗോള്, എന്താണോ ഞാൻ ആത്മാർത്ഥ ആഗ്രഹിക്കുന്നത് അത് നോട്ട് ചെയ്യണം. ഓക്കെ? അത് എത്രത്തോളം ക്ലാരിറ്റി നിങ്ങൾ കാണും. ക്ലാരിറ്റി വിൽ ഗിവ് യു കോൺഫിഡൻസ്. എന്താ ക്ലാരിറ്റിയുടെ പ്രത്യേകത? നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ കോൺഫിഡൻസ് കിട്ടും. ഹൈ കോൺഫിഡൻസ് എന്ത് നൽകും? ഹൈ കമ്മിറ്റ്മെന്റ് നൽകും. ഹൈലി കമ്മിറ്റഡ് ആവും. അത് നിങ്ങൾക്ക് ഹൈ എനർജി നൽകും. ഹൈ എനർജി. ക്ലിയർ അല്ലേ? എന്ത് വേണം? സ്വയം ചോദിക്കേണ്ട ചോദ്യം, എനിക്ക് എന്ത് വേണം? അത് ആ ചോദ്യം, അതിനുത്തരം നമ്മൾ കണ്ടെത്തി എഴുതിക്കൊണ്ടേയിരിക്കുക. ആ മാറ്റം വന്നുകൊണ്ടേയിരിക്കും. ദാറ്റ്സ് എ പവർ ഓഫ് വിഷ്വലൈസേഷൻ, അല്ലെ? ആ വികാരങ്ങൾ ശരിക്കും ഉള്ളിൽ നിന്ന് അനുഭവിച്ചു തുടങ്ങുക എന്നുള്ളത്. ആക്ട് ആസ് ഇഫ് എന്നുള്ളതാണ്. അത് കേവലം വികാരങ്ങൾ മാത്രമല്ല, പ്രവർത്തിക്കൂടി വേണം. അതാണ് ആക്ട് ആസ് ഇഫ് എന്ന് പറയുന്നത്. അതായത് എന്താ പ്രവൃത്തി? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ ബോഡി വെയിറ്റ് ആഗ്രഹിക്കുന്ന ആ ഒരു നമ്പർ ഇല്ലേ, എത്ര kg അല്ലെ, എത്ര കിലോഗ്രാം, ആ ഡ്രസ്സ് നിങ്ങൾ ഇപ്പോൾ പോയി വാങ്ങണം. ഇന്ന് തന്നെ പോയിട്ട് കട തുറക്കുമ്പോൾ വാങ്ങണം. അപ്പം നിങ്ങള് ഉപബോധ മനസ്സിൽ കൊടുക്കുന്ന വിശ്വാസം എന്താണ്? ഇയാള് കാര്യത്തിൽ തന്നെയാണ്, അല്ലെ? ഇയാള് വെറുതെ സ്വപ്നം കാണല്ല, ഇയാള് കാര്യത്തിലാണെന്നുള്ള മെസ്സേജ് ആർക്ക് കൊടുക്കുന്നുണ്ട്? ഉപബോധ മനസ്സിൽ കൊടുക്കുന്നുണ്ടേ. ക്ലിയർ അല്ലേ? നമ്മളിന്ന് ഭയങ്കര ലക്ഷറിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് വേണം ഇത് വേണം. നമ്മളെ നാട് വിട്ടു പോണില്ല. നമ്മളിപ്പോഴും ആ പഴയ ജനൽ തുറന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ വീടിന്റെ ബാത്റൂമാണ് കാണുന്നത്. നമ്മൾ നാട് വിട്ടു പോണില്ല. ഉള്ളിൽ ഭയങ്കര വിഷ്വലൈസേഷൻ. പുറത്ത് തുറന്നു കഴിഞ്ഞാൽ കാണുന്നതൊക്കെ കാഴ്ച എങ്ങനെയാണ്? പരാതിയും പരിഭവങ്ങളും ദാരിദ്ര്യം പിടിച്ച കാഴ്ചകളാണെങ്കിൽ അവിടെ ആക്ഷൻ ഇല്ല എന്നുള്ളതാണ്. നാട് വിട്ട് പോണം. ഞാൻ അതിനങ്ങോട്ട് ബുർജ് ഖലീഫ വന്നത്, അല്ലേ? ഉള്ളിൽ കയറി മിനിയാണ് 35th ഫ്ലോർ. ഞാൻ പറഞ്ഞു ടോപ്പിൽ കയറണം എന്നാണ് പറഞ്ഞത്. അതിന്റെ അവസരം തേടിക്കൊണ്ടിരിക്കുകയാണ്. ടോപ്പിൽ കയറണം. 35th ഫ്ലോറിലെത്തി. അതിലപ്പുറത്തേക്ക് മുകളിൽ കയറണം എന്നുള്ളത്. എന്തിനാണ്? എന്റെ വീടിന്റെ മുകളിൽ നിന്ന് സ്വപ്നം കാണുന്നതും ബുർജ് ഖലീഫിന്റെ മുകളിൽ സ്വപ്നം കാണുന്നതിൽ വ്യത്യാസമുണ്ട്. രണ്ടും ഒന്നല്ല. ക്ലിയർ അല്ലേ? അവിടെയാണ് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്ന കാര്യം പ്രവൃത്തികളുടെ മാച്ച് ചെയ്യണമെന്ന്. ക്ലിയർ അല്ലേ? ഭാര്യയുടെ രോഗം എങ്ങനെ മാറ്റാന്നുള്ള ചോദ്യം ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങളൊന്നും മാറ്റാൻ ശ്രമിക്കണ്ട. നിങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നത് നിങ്ങൾ പൂർണ്ണമായും ഹെൽത്തി ആയുള്ള ഭാര്യയെ കാണൂ. ആരോഗ്യത്തോടെ, ചുറുചുറുക്കോടെ, അന്തസ്സോടെ, അഭിമാനത്തോടെ, അല്ലേ? നിങ്ങളെ കാര്യങ്ങളൊക്കെ, എല്ലാവരുടെ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന വീട്ടില് ഹാപ്പി എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് അതിങ്ങനെ റിപ്പീറ്റഡ്ലി കണ്ടുകൊണ്ടിരിക്കുക. അതാണ് പൂർണ്ണമായി മാറിയതായി കാണല്ല.
ആരോഗ്യത്തോടെ ഇരിക്കുന്നതായി കാണണം. ആ നിലവിൽ നമ്മൾ കാണുന്നത് ഇതല്ലേ റിയാലിറ്റി, ഇത് രോഗല്ലേ, പിന്നെ ഇങ്ങനെ ആരോഗ്യത്തോടെ കാണണമെന്നാ ചോദിക്കണത്. നിങ്ങൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതേ കിട്ടുള്ളൂ. അതിനെ മനസ്സിൽ നിന്ന് മാറ്റാനുള്ള കഴിവ് നമുക്കുണ്ട്. ദാറ്റ്സ് എ പവർ ഓഫ് വിഷ്വലൈസേഷൻ. കാണുന്നത് നമ്മുടെ മനസ്സിന്റെ സൃഷ്ടിയാണ്. അപ്പൊ നമ്മൾ കാണേണ്ടതും മനസ്സിന്റെ സൃഷ്ടിയാണ്. മനസ്സിലായില്ലേ? ശരിക്കും നോക്കുക, ശരിക്കും മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ അങ്ങനെയാണ് അവരെ കുറിച്ച് വിശ്വസിക്കുന്നത്. അവർ രോഗിയ, പണ്ടേ രോഗിയ. എന്റെ ഭാര്യ പണ്ടേ രോഗിയ, എന്റെ ഭർത്താവ് പണ്ടേ രോഗിയ, എന്റെ മക്കൾ പണ്ടേ ഇങ്ങനെയാ. നമ്മൾ അങ്ങനെ കാണാണ് അല്ലെ? അത് മാറ്റി അവര് ഭയങ്കര എനർജറ്റിക് ആണെന്നേ, അവർ ഭയങ്കര ആരോഗ്യം, എന്തൊക്കെ വിശേഷം, സുഖാണ് അല്ലെ? നമ്മളെന്താ പറയാ വിശേഷം ചോദിക്കുമ്പോ? ആ അങ്ങനെയൊക്കെ പോകുന്നുണ്ട് അല്ലേ? അങ്ങനല്ലേ പറയാ? തൽക്കാലം കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ ഒരു ജോലി ഉള്ളത് കൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ ശൈലി അതാണ്. ഒന്നുമില്ലെങ്കിലും അടിപൊളിയായി സൂപ്പറായി പോകുന്നുണ്ട് നിങ്ങൾ ആവർത്തിച്ച് പറയണം. സൂപ്പറായി പോകും, എല്ലാം സൂപ്പറായി, അടിപൊളിയാ, സൂപ്പർ, അടിപൊളിയായി പോകുന്നുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ ആ വാക്ക് ഉള്ളിൽ വല്ലാത്തൊരു ഫീൽ ഉണ്ടാക്കും, ഒരു റിഫ്ലക്ഷൻ ഉണ്ടാക്കും. അതാണ് അവിടെ നമ്മുടെ വാക്കുകൾക്ക് വല്ലാത്ത പവർ ഉണ്ട്. ദ പവർ ഓഫ് വേർഡ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ്, ആ വേർഡ്സ് വിത്ത് ഫീലിങ്സ്, ആ പോസിറ്റീവ് ഫീലോട് നമ്മൾ പറയുന്നു. നമ്മളെല്ലാവരോടും ഇത് പറയണം. ചിലർ ചോദിക്കാറുണ്ട്, ഇതൊക്കെ പറഞ്ഞു ബുർജ് ഖലീഫയിൽ പോകുന്നൊക്കെ പറയണ്ട കേട്ടോ, അഥവാ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ കയറിയില്ലെങ്കിലോ എന്നോട് ചോദിച്ച ആൾക്കാരുണ്ടായിരുന്നു പണ്ട്, കുറെ മുന്നേ. ഇപ്പൊ അടുത്തൊന്നുമല്ല അല്ലേ? ഞാൻ പറഞ്ഞു അത് എനിക്ക് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഞാൻ അവിടെ ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടി പോവാണ് അല്ലേ? ഞാനും അടുത്തതാവര് സ്വന്തമായിട്ട് എങ്ങനെ ഫ്ലാറ്റ് സ്വന്തമാക്കാം എന്നുള്ളത് ഞാൻ വിഷ്വൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അവിടെ എങ്ങനെ സ്വന്തമായ ഒരു ഫ്ലാറ്റ് മേടിക്കാം എന്ന് സെറ്റ് ചെയ്തു. അത് ഞാൻ നേടിയിരിക്കും, ഉറപ്പ് തന്നെയാണ്. ഞാനിപ്പോ പറയുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഉറപ്പുണ്ട് നടക്കും എന്നുള്ളത്. ക്ലിയർ അല്ലേ? ലോകത്തിന്റെ ഏറ്റവും നിറകയിൽ നിന്നുകൊണ്ട് സ്വപ്നം കാണാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ടോപ്പിൽ ഒരു സാധനം കിട്ടുന്നത് ഞാൻ വിഷ്വൽ ചെയ്യുന്നത്. വലിയ സ്വപ്നങ്ങൾ കാണാൻ അതങ്ങനെ വലുതായിട്ട് തന്നെ വിഷ്വൽ ചെയ്യണം. അത് നടക്കും, ഒരു സംശയം വേണ്ട. അത്ര ഭയങ്കരമായുള്ള ഒരു കാര്യമൊന്നും അല്ല അത്, ഭയങ്കര സംഭവമൊന്നും അല്ല അത്. നമുക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നത് എന്താ നിങ്ങള്? നമ്മൾ അത്രയും ചെറിയ മനസ്സായതുകൊണ്ടാ നമ്മുടെ മനസ്സിന്റെ ശക്തി അറിയാത്തതുകൊണ്ടാണ്. എന്നോട് ചോദിച്ചത്, നീ എങ്ങനെ നല്ലൊരു എന്താണ് സർക്കാർ ഗവൺമെന്റ് ജോലിയൊക്കെ റിസൈൻ ചെയ്ത് എങ്ങനെയോ ധൈര്യം വന്ന്? എനിക്കതൊരു ഫീല് തോന്നിയിട്ടില്ല. കാരണം എന്താ, ചെറിയ മനസ്സുള്ള ആൾക്കാർക്കാണ് ഈ ജോലിയിലൊക്കെ നിന്നിട്ട് മാസം ഇങ്ങനെ ശമ്പളം വാങ്ങി. ശമ്പളം വാങ്ങുന്ന ആൾക്കാർ മോശക്കാരെന്ന് അർത്ഥമല്ല കേട്ടോ അതിന്. പക്ഷെ എന്നും ശമ്പളം വാങ്ങി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ മോശക്കാരെ ഞാൻ പറയും. നിങ്ങളെ അപ്പുറം ചിന്തിക്കാത്തവരാ. ഞാനും 10-12 വർഷം ശമ്പളം വാങ്ങി ഇന്ന ആളാണ്. പക്ഷെ എനിക്ക് മനസ്സിലായി അവിടെ ഒതുങ്ങി നിൽക്കേണ്ട ആളല്ല. ആദ്യം എങ്ങനെ നമ്മൾ വരാം, പക്ഷെ അതിൽ തന്നെ നിൽക്കണം എന്ന് ആരോ പഠിപ്പിച്ച്? ഒതുങ്ങി നിൽക്കണം. എന്തുകൊണ്ട് നമുക്ക് അപ്പുറം വളരാൻ പറ്റുന്നില്ല അല്ലേ? എണ്ണിച്ചുട്ട അപ്പം പോലെ ഇങ്ങനെ ഒപ്പിച്ചിങ്ങനെ ജീവിതം കൊണ്ടുപോകണം ആരോ പഠിപ്പിച്ചത്? അപൂർണമായുള്ള സമൃദ്ധിയിലും സന്തോഷത്തിലും അല്ലെ? എത്ര എന്താണ് ചെലവഴിച്ചാലും തീരാത്ത സമ്പത്ത് നമുക്ക് വേണം. അതെന്തിന്? നമ്മൾ മാത്രമല്ലല്ലോ, ചുറ്റുപാട് കുറെ ആൾക്കാർക്കില്ല, അവർക്ക് കൊടുത്തൂടെ? ഇതൊക്കെ കൊണ്ടുപോവാനാണ് ചോദിക്കും ചിലർക്ക്. ഇതൊക്കെ എടോ ഇത് കൊണ്ടുപോവാനല്ല, ദാരിദ്ര്യം ആരെയും കൊണ്ടുപോകോ? സമ്പത്ത് കൊണ്ടുപോകുന്ന ആൾക്കാർ ഈ ദാരിദ്ര്യം ആരാ കൊണ്ടുപോവാ? ദാരിദ്ര്യം മക്കളെ തലയിൽ വെച്ച് അല്ലെ പോകുന്ന ആൾക്കാർ എത്ര ദുരന്താണ് നാട്ടിലുണ്ടാക്കുന്നത് അല്ലേ? ആലോചിച്ച് നോക്കൂ. അയാൾ പോയി, അയാൾ രക്ഷപ്പെട്ടു, കുടുംബം പാതി വഴിയിൽ. എത്ര കുടുംബങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇവര് വരുത്തി വെച്ച ബാധ്യത കാരണം കുടുംബങ്ങൾ തലമുറകൾ പേറേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അതാണോ നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ കാര്യം? നല്ല സമ്പത്തുണ്ടാക്കി കൊടുക്കണോ സ്വയം അല്ലെ? തലമുറകൾക്ക് നല്ല സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കണം നമ്മള്. ആരുടെ മുന്നിലും കൈ നീട്ടാത്ത അല്ലെ പൂർണ്ണമായ സമൃദ്ധിയും എല്ലാവരും കാണിച്ചു കൊടുക്കണം. അത് ആളുകളെ കൊടുക്കുന്ന ആളുകളാവണം അല്ലെ? വാങ്ങുന്നവരെക്കാളും കൊടുക്കുന്ന ആളുകളാവണം, സഹായിക്കുന്ന ആളുകളാവണം. അങ്ങനെയൊരു സമൃദ്ധിയുള്ള ജീവിതം വിഷ്വൽ ചെയ്യണം. ക്ലിയർ അല്ലേ? കംഫർട്ട് സോണിൽ പുറത്ത് കിടക്കണം എന്ന് പറഞ്ഞാൽ കേവലം വാക്കല്ല, അത് നമ്മൾ എന്ത് ചെയ്യണം? അത് പ്ലാൻ ചെയ്യുക കൂടെ വേണം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സോണിൽ നിന്ന് മാറിയേ പറ്റൂ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പുതിയ സോൺ ഏതാ? എന്തുകൊണ്ടാണ് ഇപ്പോഴത്തതിൽ നിങ്ങൾ മാറുന്നത്? ഇപ്പോഴത്തെ സാറേ വളരെ മോശമാണ്, മാറരുത്.
ഇപ്പോഴുള്ളതിനെ കുറിച്ചുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാതെ നിങ്ങൾ മാറാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ ശമ്പളം കിട്ടുന്നുള്ളൂ എങ്കിൽ ശരിക്കും മനസ്സിലാക്കുക, കുറഞ്ഞ ശമ്പളം ഉള്ളത് കൊണ്ട് മാറുക എന്നതല്ല നിങ്ങൾ വിഷ്വൽ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് വേണം എന്നുള്ള ഫീൽ ആയിരിക്കും. കുറഞ്ഞ ആ ഫീൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അത് കുറഞ്ഞു പോയി എന്നുള്ള നെഗറ്റീവ് ഫീലോട് കൂടെ വിഷ്വൽ ചെയ്യരുത്. അത് കുറഞ്ഞതാണെങ്കിലും അത് കുറവാണ്, ശരിയാണ്, പക്ഷെ അതുണ്ടായിരുന്നല്ലോ, അങ്ങനെ ഫീൽ ചെയ്യേണ്ടത്. അതില്ലായിരുന്നെങ്കിൽ അവസ്ഥ ആലോചിച്ചു. അതുണ്ടായത് കൊണ്ടല്ലേ എനിക്ക് 10-12 വർഷം 11 വർഷത്തോളം ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് ഈ കോൺഫിഡൻസ് കിട്ടിയത്. എനിക്ക് ഫൗണ്ടേഷൻ കിട്ടിയത് അവിടെയാണ്. എന്റെ കോഴ്സുകൾ മുഴുവൻ പഠിച്ചത്, എന്റെ എല്ലാ പഠനങ്ങളും നടന്നത് ഈ 10 വർഷത്തിൽ. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കോഴ്സുകൾ പഠിക്കാൻ എനിക്ക് സാമ്പത്തിക വരുമാനം തന്നത് മുഴുവനും എന്റെ സർക്കാർ സർവീസ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്റെ ലൈഫിൽ ലഭിച്ച ഓരോ കാര്യങ്ങൾക്കും, ഓരോ രൂപക്കും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ജോലിയിൽ നിന്ന് മാറേണ്ടത്. അങ്ങനെയാണ് ഞാൻ മാറിയത്. ഇപ്പോഴും ഞാൻ ആ ഒരു ഫൗണ്ടേഷൻ നന്ദി പറയുന്നത്. അപ്പൊ നിലവിലുള്ളതിനെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തുകൊണ്ട്, നിലവിലുള്ളത് എന്താണോ അതിൽ നല്ല നന്മയും സന്തോഷവും ഫീൽ ചെയ്തുകൊണ്ട്, എന്താണോ വേണ്ടത് ആ മാറാൻ ആഗ്രഹിക്കുന്ന അതിലേക്ക് അത് എഴുതുക. എന്തിന് ഞാൻ മാറണം, അത് കൃത്യമായി എഴുതിയിട്ട് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഗോൾസ്, ആ ഗോളുകൾ കണ്ട് അത് ക്ലാരിറ്റിയോടെ വ്യക്തമായി അത് നമ്മൾ വിഷ്വലൈസേഷനിൽ കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്യണം. അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആ ഫീലോടുകൂടെ ഇങ്ങനെ ആവർത്തിച്ച് കൊണ്ടുവരണം. ദാറ്റ്സ് എ പവർ ഓഫ് വിഷ്വലൈസേഷൻ. അതുണ്ടായി കഴിഞ്ഞാൽ ലൈഫ് മാറും, സംശയം വേണ്ട. അപ്പോ അനുഭവമാണ് വിഷ്വലൈസേഷൻ, ആഗ്രഹമല്ല, അല്ലെ? ആയിത്തീരലാണ്. കേവലം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമല്ല വിഷ്വലൈസേഷൻ. സ്വപ്നങ്ങളിൽ ജീവിക്കലാണ്. ആ സ്വപ്നങ്ങൾ ആയിത്തീരലാണ്, ആ ലക്ഷ്യങ്ങൾ ആയിത്തീരലാണ്. അത് ഉള്ളിൻ്റെ ഉള്ളിൽ ആദ്യം ആയിത്തീരും. അതാണ് എവറിത്തിങ് ഈസ് ക്രിയേറ്റഡ് ചോയ്സ്. ലോകത്തെ എല്ലാ കാര്യങ്ങളും 2 തവണ സൃഷ്ടിക്കപ്പെടുന്നു. ഫസ്റ്റ് ഇൻ മൈൻഡ്. ആദ്യം ഉള്ളിൽ നമ്മൾ അത് അനുഭവിക്കണം. ആ സുഖാനുഭവം, അതാണ് സുഖാനുഭവം എന്ന് പറയുന്നത്. ആ കാര്യം നേടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പൂർണ്ണമായുള്ള വികാരം നമ്മൾ അനുഭവിക്കാൻ തയ്യാറാവണം. ക്ലിയർ അല്ലേ? ഹാപ്പി ആവണം. ആ സങ്കടം പോകുന്നത് വരെ പ്രാക്ടീസ് ചെയ്യണം. ഉള്ളിൽ ഒരു വിഷമമുണ്ട് അല്ലെ, അത് എന്നാലും ഞാൻ നേടിയില്ലല്ലോ, വിഷമം ഉണ്ടാകും, നമുക്കൊക്കെ ഉണ്ടാകും, മനുഷ്യന്മാരല്ലേ. കുറെ ആയിട്ട് ആഗ്രഹിച്ചു, എന്തായിരിക്കും നെഗറ്റീവ്. ആ വിഷമം ഉണ്ടെങ്കിലും ആ വിഷമത്തെ അക്സെപ്റ്റ് ചെയ്യുക. വിഷമം ഉണ്ടെങ്കിൽ പോലും ഒരു 80% ഞാൻ പോസിറ്റീവ് എനർജി ആണെങ്കിൽ ഒരു 20% കുറച്ച് നെഗറ്റീവ് ഒക്കെ ഉണ്ടാവും, മനുഷ്യന്മാരല്ലേ. എന്നാൽ ഒരു 80% ഏതാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്, ഏതാണ് ഉള്ളിൽ കൂടുതൽ പവർഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത്, അത് അട്രാക്ട് ചെയ്യും. നെഗറ്റീവ് തീരെ ഇല്ലാതിരിക്കുക എന്നുള്ളതല്ല, അതിന്റെ പവർ ആർക്ക് കിട്ടുക. അതാണ് മൈ പോസിറ്റീവ് തോട്ട്സ് ആർ മോർ പവർഫുൾ ദാൻ നെഗറ്റീവ് തോട്ട്സ് പറയാറുണ്ട്. ക്ലിയർ അല്ലേ? ആ ഒരു എനർജി നമുക്ക് എന്ത് ചെയ്യണം, ഉള്ളിൽ അനുഭവിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ക്ലിയർ അല്ലേ? സ്വർണോ? അപ്പൊ സ്ട്രൈറ്റ് ആയിരിക്കും. 2 മിനിറ്റ് ഒന്ന് വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യാം അല്ലേ? റൈറ്റ്, സ്ട്രൈറ്റ് ആയിരിക്കുക. ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ബ്രീത് ഇൻ, ബ്രീത് ഔട്ട്, ബ്രീത് ഇൻ, ബ്രീത് ഔട്ട്, ബ്രീത് ഇൻ, ബ്രീത് ഔട്ട്. റിലാക്സ് യുവർ മൈൻഡ്, റിലാക്സ് യുവർ ബോഡി. ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്നുണ്ടായ ഒരു ഫീൽ അനുഭവിക്കുക. അവയർനെസ്, അവബോധം ഫീൽ ചെയ്യുക. The power of visualization, the power of mind, the power of thought, ചിന്തയുടെ ശക്തി, the power of imagination, ഭാവനയുടെ ശക്തി, the power of feelings, പോസിറ്റീവ് വികാരങ്ങളുടെ ശക്തി അറിഞ്ഞുകൊണ്ട് ബോധപൂർവം എനിക്ക് വേണ്ടത് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. ഐ എം സോ ഹാപ്പി.
ആൻഡ് ബ്ലെസ്ഡ്. ഞാൻ അങ്ങേയറ്റം ഹാപ്പിയാണ്, ബ്ലെസ്ഡ് ആണ്, അനുഗ്രഹീതനാണ്. ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം എൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഒരുപാട് കാലങ്ങളായി ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. So happy, so happy and blessed. I love myself. സമ്പൂർണ്ണ ആരോഗ്യം, സംതൃപ്തി, സമാധാനം, സമ്പത്ത്, സമൃദ്ധി. സന്തോഷ ജീവിതം, ഫാമിലി, ബിസിനസ്, ജോലി, ഞാൻ ആഗ്രഹിച്ചതെല്ലാം എൻ്റെ ലൈഫിൽ ഈ നിമിഷം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആ യാഥാർത്ഥ്യ ബോധത്തിൽ ഞാൻ ജീവിക്കും. ഇതാണ് സത്യം. എൻ്റെ ഉള്ളിൽ എന്താണോ ഞാൻ കാണുന്നത്, അതാണ് എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത്. ഈ സത്യത്തെ പരിപൂർണമായും വലുത് ഹൃദയത്തോട് ചേർത്തു, എൻ്റെ ഹൃദയത്തോട് ചേർത്തു. ഈ സത്യത്തെ, ഈ പരമബോധ്യത്തെ, ഈ പരമ യാഥാർത്ഥ്യത്തെ ഞാൻ ചേർത്തു. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എനിക്ക് നേടാൻ സാധിക്കുന്നു. ഞാൻ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു. വാവ്, വല്ലാത്തൊരു സൗഭാഗ്യം. ഞാൻ എന്തൊരു ഭാഗ്യവതിയാണ്, ഞാൻ എന്തൊരു ഭാഗ്യവാനാണ്. എൻ്റെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നിറയുന്നു. എല്ലാം നേടാൻ കഴിയുന്നു. എല്ലാം ഞാൻ നേടിക്കഴിഞ്ഞിരിക്കും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എല്ലാം നേടിക്കഴിഞ്ഞു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എല്ലാം നേടാൻ കഴിഞ്ഞിരിക്കും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, കൈകൾ താത്തിയിടുക, റിലാക്സ്, ഹാപ്പി ആയിട്ട് കണ്ണുകൾ തുറക്കുക. ഈ നിമിഷം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാണാൻ പോകുന്നു എന്നുള്ള ഫീലോടുകൂടെ കണ്ണു തുറക്കുക. യെസ്, കൈകളൊന്ന് വാമപ്പ് ചെയ്ത് മുഖത്ത് തടയി കൊടുക്കും, ചെയ്യാൻ കൊടുക്കും. എനർജി ഫീൽ ചെയ്യാം. യെസ്. അപ്പോ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതിന് കൂടെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് നമ്മുടെ ബ്ലോക്കുകളെ റിലീസ് ചെയ്യുക എന്നുള്ളത്. അതിനിങ്ങനെ കാണുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരുപാട് മെമ്മറീസ് ഉണ്ട്, അത് ഒഴിവാക്കണ്ടേ? അത് ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന വളരെ ഇഫക്റ്റീവായുള്ള ഒരു ടെക്നിക്കാണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്. ഒരുപാട് ആൾക്കാർ, 5000-ലധികം ആളുകൾ ആ കോഴ്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി, മാറ്റത്തിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വെൽക്കം ചെയ്യാം കേട്ടോ. ഈ വരുന്ന ജൂലൈ 11 നമ്മുടെ മൈൻഡ് മാസ്റ്ററിയുടെ 3rd ബാച്ച് ആരംഭിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും കൺഗ്രാജുലേഷൻസ് അറിയിക്കും. ഇവിടെ നമ്പറൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ നമ്പർ കൊടുക്കാം. നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടാവും. ഒറ്റയ്ക്ക് ചെയ്താൽ ഇപ്പോൾ എനർജി കിട്ടൂല അല്ലേ? പലപ്പോഴും അങ്ങനെയാണ്, ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എനർജി കിട്ടുന്നില്ല. അതിനാണ് നിങ്ങൾ കൂടെ നിൽക്കാനുള്ള PCA മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ അത് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ഉടൻ കണക്ട് ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓക്കെ, ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും കോഴ്സിൽ ബന്ധപ്പെട്ട കുറേ ആളുകൾ നിങ്ങളെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ആളുകളൊക്കെ ഉണ്ടാവും. കോഴ്സ് കൗൺസിലേഴ്സ് ഉണ്ട്, നമ്മളെ ടീം മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. അവരൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ടോ? അനീഷ പറയുന്നു അല്ലേ? ഓക്കെ, ഹലീമ പറയുന്നു. ഓക്കെ, ചുരുക്കി പറയണേ. ആ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ജൂലൈ 11 ആരംഭിക്കും നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കണക്ട് ചെയ്യാം. യെസ്, പറഞ്ഞോളൂ. അനീഷ പറയൂ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. Hi, sir. Good morning. ഗുഡ് മോർണിംഗ്. Good morning to all. Thank you, Almighty. Thank you, sir. Thank you so much. സൂപ്പർ ക്ലാസ്, അമേസിങ് ക്ലാസ് ആയിരുന്നു. എന്താ പറയണ്ടേ, അത്രയും സന്തോഷം. എനിക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, പക്ഷെ പൂർണ്ണമായിട്ട് അതിപ്പോ മാറി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എനിക്ക് ഇന്നലെ കുറച്ച് വർക്ക് കൂടുതലുണ്ടായിരുന്നു, ഓവർലോഡ് ആയിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് ടയർഡായി. പക്ഷെ ഇപ്പം പൂർണ്ണമായിട്ട് എനിക്കത് മാറി. ഞാനിപ്പം കൂടുതൽ സ്ട്രോങ് ആയി, പവർഫുൾ ആയി. താങ്ക് യു സർ. ഈ വിഷ്വലൈസേഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു. ഇപ്പോഴും ഞാൻ വിഷ്വൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് അഡ്വാൻസിന് വരണമെന്ന് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഞാൻ വിഷ്വൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ. എനിക്ക് ക്യാഷ് പ്രോബ്ലം ഇല്ല, ക്യാഷ് ഉണ്ട്. പക്ഷെ ഹസ്ബൻഡിന്റെ സമ്മതം മാത്രം മതി. ഞാൻ അതുപോലെ തന്നെ ഞാൻ വിഷ്വൽ ചെയ്തുകൊണ്ടിരിക്കുക. കിട്ടിക്കഴിഞ്ഞു. ഞാൻ ഇതുപോലെ കിട്ടൂല എന്നല്ല, അങ്ങനെയല്ല, എല്ലാം ലഭിച്ചിരിക്കും. അതെ, കിട്ടി. ഞാൻ ഇതുപോലെ സാർ മീറ്റപ്പിന് വന്ന് ഇതുപോലെ തന്നെയാണ്. ഞാനിങ്ങനെ ഹസ്ബൻഡ് സമ്മതിച്ചില്ലായിരുന്നു. ഞാനിങ്ങനെ വിഷ്വൽ ചെയ്ത് ലാസ്റ്റ് അവസാന നിമിഷത്തിൽ അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, നിനക്ക് പോകണ്ടേന്ന്. സത്യം എനിക്ക് അതെ സാർ, എനിക്ക് എന്താണ് ടിക്കറ്റ് എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാന് എന്താ നോർമൽ ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നത്. ഇവിടുന്ന് അവിടെ വരെ, കോഴിക്കോട് വരെ ഞാൻ നിന്നിട്ടാ വന്നത്. പക്ഷെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായില്ല. വളരെ പവർഫുൾ ആയിട്ട് സാറിന്റെ തൊട്ടടുത്ത് സെക്കൻഡ് റോയിൽ തന്നെ എനിക്ക് ഇരുന്ന് സാറിനെ കാണാൻ പറ്റി. സാറിനോട് അന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും അഡ്വാൻസിന് ഞാൻ വരുമ്പോ എന്തായാലും സാറിനോട് സംസാരിക്കണം. എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനെ എനിക്ക് കാണണം, അടുത്ത് കാണണം, എനിക്ക് സംസാരിക്കണം. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അങ്ങ് വലിയ വലിയ ഉയരങ്ങളിൽ എത്തട്ടെ, അങ്ങ് ആഗ്രഹിച്ച ലെവലിൽ. അങ്ങ് ഇപ്പൊ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അങ്ങ് എനിക്ക് സാധിച്ചു തരട്ടെ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, എപ്പോഴും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സാർ. എന്റെ പ്രാർത്ഥന ഇപ്പൊ അങ്ങനെയാണ്. എല്ലാവർക്കും, എനിക്ക് തന്നെയല്ല, എല്ലാവർക്കും നന്മകൾ ഉണ്ടാവണം, എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവണം സാർ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. താങ്ക് യു. യെസ്, പെട്ടെന്ന് പറയൂട്ടോ ഹലീമ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഒരുപാട് നന്ദിയുണ്ട് സാറിന്. ഞങ്ങള് ഭയങ്കരമായ പ്രശ്നങ്ങളിൽ നിന്നാണ് ഇപ്പം ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ സാറ് വിഷ്വലൈസേഷൻ പഠിപ്പിച്ചതോടെ ഭയങ്കര പവറാണ്. വിഷ്വലാണ്, ഏറ്റവും കൂടുതൽ വിഷ്വലാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. ഞാൻ ദുബൈയിലേക്ക് വരാൻ ഇതുപോലെ ടിക്കറ്റ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും നടക്കത്തില്ലെന്ന് വിചാരിച്ച കാര്യങ്ങളാണ്. പിന്നെ പുറം രാജ്യങ്ങളിൽ പോവാൻ ഞാൻ അതിന് ടിക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ പിള്ളേർക്കും എനിക്കും ടിക്കറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നവംബറിൽ പോവും. നവംബറിലേക്ക് ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ എനിക്ക് ഇപ്പോഴേ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് നവംബറിലേക്ക്. നേരത്തെ ടിക്കറ്റ് എടുത്ത് വെച്ച്, അത് ഞാൻ പറയാൻ വെയിറ്റ് ചെയ്ത് വെച്ചിരുന്നേ. എന്നേ എടുത്തതാണത്. അതിനൊരു ഭയങ്കരമായിട്ടൊരു സന്തോഷം വരുന്ന സമയത്ത് സാറിനോട് തന്നെ പറയണമെന്നുണ്ടായിരുന്നു. ആ വിഷ്വൽ ചെയ്ത് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് വെക്കാനുള്ള പൈസ എനിക്ക് കിട്ടി. ഞാൻ ഇതിൽ വരുമ്പോ എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. അപ്പൊ ഞാൻ സാറിനോട് കേറിയിട്ട് ഇങ്ങനെ ഒരു തവണ പറഞ്ഞു എനിക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പം സാറ് പിന്നെ ടീമിനോട് കണക്ട് ചെയ്യാൻ പറഞ്ഞപ്പോ ഒരു മേഡം കയറിയിട്ട് പറഞ്ഞ് പൈസ ഒന്നും ഒരു പ്രശ്നമല്ലെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ആ ബാച്ചിൽ തന്നെ ഞാൻ കയറി. ഞാൻ 1-2 ക്ലാസ് ഫ്രീ ക്ലാസ് സാറിന്റെ കണ്ടിട്ടുള്ളായിരുന്നു. എന്നിട്ട് ഞാൻ ആ ബാച്ചിൽ തന്നെ കയറി. എനിക്ക് പൈസ കടമായിട്ട് ഞാൻ അനിയത്തിയുടെ എന്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് ഞാൻ വെച്ചു. പക്ഷെ ഈ ക്ലാസ്സിന് കയറണമെന്ന് ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞില്ല. എനിക്കൊരു കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ പൈസ വെച്ച്, പുള്ളിക്കാരൻ പോയതേ ഉള്ളൂ. എന്നിട്ടും എനിക്ക് ആ പൈസ അയച്ചു തന്ന് ഞാൻ ഈ കോഴ്സിന് കയറി. അൽഹംദുലില്ലാഹ് ഇന്ന് എന്റെ അക്കൗണ്ടിൽ ഇതുവരെയും കാശ് ഒഴിഞ്ഞ ഒരു സമയമില്ല. 20,000 രൂപ മേളിൽ എപ്പോഴും എന്റെ അക്കൗണ്ടിലുണ്ട്. അൽഹംദുലില്ലാഹ് എനിക്കിപ്പോ പൈസയ്ക്ക് ഒരു പ്രശ്നമില്ല. മറ്റുള്ളവരെ സഹായിക്കാൻ എനിക്ക് പറ്റുന്ന, ആർക്ക് എന്ത് കൊടുക്കണോന്ന് വിചാരിച്ചാലും എന്റെ ഈ പൈസ കൊണ്ട് എനിക്കത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് മനസ്സോടുകൂടി. അൽഹംദുലില്ലാഹ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിഷ്വലൈസേഷനിലൂടെ സാർ ചെന്ന്. അതുപോലെ എനിക്കൊരു അലർജി ഉണ്ടായിരുന്നു, നല്ല അലർജി ആയിരുന്നു, ചുമ, തലവേദന. ഇത് രണ്ടും പൂർണ്ണമായിട്ട് മാറി സാർ, പൂർണ്ണമായിട്ടും. അൽഹംദുലില്ലാഹ് ചെറിയൊരു തലവേദന. ഒരാളെ ചാറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് EFT ചെയ്താണോ മാറിയത് എന്ന്.
തെറാപ്പി ചെയ്ത് തെറാപ്പി പ്രാക്ടീസിലൂടെ അത് മാറ്റി. സാറിന്റെ ക്ലാസ്സിൽ തന്നെ എന്റെ പ്രാക്ടീസിലൂടെ എന്റെ തലവേദന മാറിയായിരുന്നു. സാറ് നമുക്ക് ക്ലാസ് എടുത്ത 12 ദിവസത്തെ ക്ലാസ്സിലൂടെ എന്റെ തലവേദന മാറി. പക്ഷെ ചുമ മാറിയിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ എന്റെ PC ആജറ മാം ആയിരുന്നു. ആജറ മാം അൽഹംദുലില്ലാ, മാമിന് ഒരുപാട് നന്ദിയുണ്ട്. മാം എന്നെ നേരിട്ട് വിളിച്ച് എനിക്ക് മൂവി ടെക്നിക്ക് ചെയ്ത് തന്നതിന്റെ പേരിലാണ് പിന്നെ എന്റെ ചുമ മാറിയത്. അതിന് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ വിഷമത്തെ മാഡം എടുത്ത് കളഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ആ ഒരു പിന്നെ ഇത് മാറിയത്, ആ ചുമ മാറിയത്. അൽഹംദുലില്ലാ, അതെല്ലാം മാറി. അപ്പം നമ്മൾ ചെലന്തി വലയൊക്കെ തട്ടുമ്പോ പേടിയായിരുന്നു, ചുമ വരുവോ പനി വരുവോ. അപ്പൊ അങ്ങനെയുള്ള പേടിയൊന്നും ഇല്ല സാർ. ഇപ്പൊ ചെലന്തി വലയൊക്കെ തട്ടിയാലും അങ്ങനെ ഒരു വിമിഷ്ടം വരെയോ ഒന്നുമില്ല. ആ ഒരു അലർജി എന്ന് പറഞ്ഞ വിഷയം നമ്മളിൽ നിന്ന് മാറി. അൽഹംദുലില്ലാ. മക്കളുടെ അസുഖങ്ങളായാലും എല്ലാം അൽഹംദുലില്ലാ ഇപ്പൊ അങ്ങനെ ടെൻഷൻ വരുന്നില്ല. എന്ത് അസുഖം വന്നാലും നമുക്ക് ടെൻഷൻ വരുന്നില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു കാര്യം. ടെൻഷൻ ഇല്ല, ഹാപ്പിയാണ്. എന്ത് അസുഖം വന്നാലും ഇറ്റ്സ് ഓക്കെ, അത് മാറും. മക്കളോട് തന്നെ ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ. മക്കൾക്ക് തന്നെ ചിരി വരും. ഇറ്റ്സ് ഓക്കെ എന്ന് പറയുമ്പോ ആ ഒരു ടൂളാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. സാറിന് ഒരുപാട് ഒരുപാട് വിവരങ്ങൾ എത്തട്ടെ. സാർ ദുബൈയിൽ എത്തിയപ്പോ തന്നെ എല്ലാരോടും എവിടെ സംസാരിച്ചാലും EFT യെ പറ്റി സംസാരിക്കാനേ ഉള്ളു. വായിന്ന് EFT വരുത്തോളൂ. എല്ലാരും ഇപ്പൊ കളിയാക്കാം, നിനക്കൊരു EFT എന്നും പറഞ്ഞു. എവിടെ പോയാലും ഞാൻ EFT ഉണ്ടെന്ന് പറയും. എവിടെ ഇറങ്ങിയാലും ആളുകൾ എന്തെങ്കിലും ഭയപ്പെടുത്തിയാൽ പറയും എന്റെ കൂടെ EFT ഉണ്ടെന്ന് പറയും. ഭയമില്ല സാർ. താങ്ക് യു സാർ. അപ്പൊ അതിന്റെ ചെയ്യാം. കുറെ ആൾക്കാർ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത ദിവസം പറഞ്ഞാ പോരെ? നിർബന്ധമായും പറയണോ? കുറെ സമയം മുന്നോട്ട് പോകുന്നുണ്ട്. റസ കൂടെ പറയട്ടെ, കാരണം റസ നേരത്തെ ആ ടൈമിന്റെ ഉള്ളിൽ ഹാൻഡ് റൈസ് ചെയ്തായിരുന്നു. ബാക്കിയുള്ളൊക്കെ പിന്നെ വന്നു, അതുകൊണ്ടാണ്. ഹലോ സാറേ, എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ നിങ്ങളെ കോഴ്സ് ചെയ്തിട്ടില്ല. മോർണിംഗ് ക്ലാസ് എപ്പോഴും കേൾക്കലുണ്ട്. അപ്പൊ എനിക്ക് ഈ ആൻസൈറ്റി, പാനിക് ഇതൊക്കെ കേൾക്കുമ്പോ ഭയങ്കര പേടിയാണ്. വേഗം ജോയിൻ ചെയ്തോളി. അപ്പൊ ആൻസൈറ്റി പാനിക്കും എനിക്കില്ല. പക്ഷെ ആ ഒരു വേർഡ് എനിക്ക് ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയപ്പോ പറഞ്ഞ ആൻസൈറ്റി ആണെന്ന് പറഞ്ഞു. അപ്പൊ ആൻസൈറ്റി പാനിക് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്കിപ്പോ ഭയങ്കര പേടിയാണ്. ആൻസൈറ്റി ഉണ്ട്. അപ്പൊ ഇത് എന്താ ചെയ്യ, എങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്താലും ജോയിൻ ചെയ്യൂ, അതേ പറയാനുള്ളൂ. സമയമില്ല. ഒന്നും പേടിക്കണ്ടേ. ക്യാഷ് ഹസ്ബൻഡിനോട് ചോദിച്ചിട്ട് കുറെ ക്യാഷ് ആവും പറഞ്ഞാണ്ട് അങ്ങനെ ചെയ്യാൻ സമ്മതിക്കണില്ല. നിങ്ങൾ ഹസ്ബൻഡ് തരുന്നതായിട്ട് വിഷ്വൽ ചെയ്യും കേട്ടോ, തരും. നമ്മൾ വിഷ്വലൈസേഷൻ പറഞ്ഞില്ലേ? അല്ല, ആൻസൈറ്റി പാനിക് മാറുന്നതായിട്ട് എങ്ങനെ വിഷ്വൽ ചെയ്യാ? മാറുന്നതായിട്ടല്ല, നിങ്ങൾ ആൻസൈറ്റി മാറിയാൽ എങ്ങനെ ഉണ്ടാവും? പറയാം. പൂർണ്ണമായും ആരോഗ്യവതിയായും സന്തോഷവതിയായും നിങ്ങളെ കാണുക എപ്പോഴും. ഓക്കെ. പിന്നെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ അതിന്റെ റൂട്ട് കോഴ്സ് അടക്കം പോകും, പിന്നെ അത് വരില്ല. അതവിടെ കുറെ ആൾക്കാർ ഷെയർ ചെയ്ത് കേട്ടോ. വൈകണ്ട, വെറുതെ ലൈഫ് എന്ത് ചെയ്യണ്ട, നീട്ടി പ്രയാസത്തിലാക്കണ്ട. എന്തായാലും നിങ്ങൾ ഇവിടെ വരും. നിങ്ങൾ എന്തായാലും ഇവിടെ വരും. ഇവിടെ വരില്ല എന്ന് പറഞ്ഞ ആൾക്കാർ വന്നാൽ ഒന്നുമില്ല, അത് നിങ്ങൾക്ക് ആവശ്യമാണ്. ഇവിടെ വരല് നിങ്ങളുടെ ആവശ്യമാണ്, എന്റെ ആവശ്യമല്ല. നിങ്ങളുടെ ആവശ്യം ഇവിടെ വരല്. നിങ്ങളിവിടെ വന്നേ പറ്റൂ, നിങ്ങളത് ക്ലിയർ ചെയ്തേ പറ്റൂ. കാരണം ഇത് എവിടെയെങ്കിലും പഠിക്കണം. എന്നിൽ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പഠിക്കണം. EFT പഠിച്ചേ പറ്റും. EFT പഠിച്ചേ പറ്റും. ഇറ്റ്സ് എ റിയാലിറ്റി. ഇമോഷൻസ് കൈകാര്യം ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ ലൈഫ് കഴിഞ്ഞു, ലൈഫ് തീരും, ഉറപ്പാണ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. വൈൻഡപ്പ് ചെയ്യാം. കുറെ ആൾക്കാർ ഹാൻഡ്രൈസ് ചെയ്തിട്ടുണ്ട്. എന്റെ നമ്പറോ? നിങ്ങൾ അവിടെ നമ്പേഴ്സ്, ടീം മെമ്പേഴ്സ് നമ്പർ ഓൾറെഡി ഉണ്ടല്ലോ, കണക്ട് ചെയ്യാം കേട്ടോ. എവിടുന്നാണ് ഈ നമ്പർ കിട്ടിയത്, ലിങ്ക് കിട്ടിയത്, അതൊക്കെ കണക്ട് ചെയ്യട്ടെ. നമ്പർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്പർ തരും കേട്ടോ. ചാറ്റ് ബോക്സിൽ നമ്പർ ഉണ്ട്, നോട്ട് ചെയ്തൊക്കെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. വൈൻഡപ്പ് ചെയ്യാണ്. സമയം കുറെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഹാൻഡ്രൈസ് ചെയ്ത് കുറെ ആൾക്കാരുണ്ട്. അവസരം അടുത്ത ദിവസങ്ങൾ തരാം കേട്ടോ. ബൈ, ഹാവ് എ ഗ്രേറ്റ് ഡേ. Thank you, sir. Thank you so Thank you, sir. much. Thank you. Thank you. Thank you, sir. Thank you, sir. Very Thank you, sir. thank you, sir.